എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. കാർബൺ ലെൻത് അതിൻ്റെ 5ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വരികയാണ്. ഈ ആഴ്ചയിലും നമുക്ക് ഒന്നിച്ച് ഞായറാഴ്ചകളിൽ ചേർന്ന് വരുവാൻ ഇടയാക്കുന്നു. ഇന്നും ോളം വി ആർ ബൈബിൾ സ്റ്റഡിയിലേക്ക് വരികയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ പഠന വിഷയം എന്ന് പറയുന്നത് ദി ഫാസ്റ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആൻസൺ തോമസ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട PG ഫിലിപ്പ് സാറിനെ പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ കൂട്ടായ്മ ആരംഭിക്കാം. സർവചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനും കൂട്ടായ്മ അനുഭവിപ്പാനും ഞങ്ങൾ ഇന്നായിരിക്കുന്നതായ ഞങ്ങളുടെ ലോകത്തെക്കുറിച്ച് നവ്യമായ വിചിന്തനങ്ങളിൽ വ്യാപരിപ്പാനും സഭയുടെ പരിസ്ഥിതി കമ്മീഷനിലൂടെ അവിടുന്ന് ഒരുക്കുന്ന എല്ലാ സാവകാശത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ 4 ആഴ്ചകളിലായി വിവിധങ്ങളായ വിഷയങ്ങളെ ധ്യാനിക്കുവാനും വിചിന്തനം ചെയ്യുവാനും കൂടുതൽ ഉൾക്കാഴ്ചകളിലൂടെ ഈ ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ. പ്രത്യേകമായിട്ട് ഇന്ന് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള നവദർശനം നൽകുന്ന മുഖാന്തരമാക്കണമേ. പരിസ്ഥിതി കമ്മീഷന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറിനായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദാസന്റെ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ പ്രയോജനമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു അച്ഛ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ ഫിലിപ്പ് സാർ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ഈ അവസരം എടുക്കട്ടെ. നിങ്ങളിൽ പലർക്കും സാറിനെ പരിചയമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഫിലിപ്പ് സാർ he took his from School of Environmental Sciences, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് അതിൽ പൂർത്തിയാക്കി. ഇപ്പോൾ സാറ് as the South Kerala President of OISCA International, a UN-certified Japan-based environmental organization, and the executive member of YMCA National Environment Board and convener of YMCA Kerala Region Environmental Board. അത് മാത്രമല്ല, സാറ് ഇന്റർനാഷണൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് UN കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി COP11 ഹൈദരാബാദിൽ മീറ്റിംഗിൽ സാറ് വിസ്ക ഇന്റർനാഷണലെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. സാറിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ സംഭാവനകൾ എനിക്ക് നേരിട്ട് അറിവുള്ളതും പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രോഗ്രാമുകളിൽ സാറിൻ്റെ സാന്നിധ്യവും വളരെ എടുത്ത് പറയേണ്ടതാണ്. സാർ ഒരു കോളേജ് പ്രൊഫസറായി റിട്ടയർ ചെയ്തു, ഇപ്പോൾ താമസിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ച് ഈ കാർബൺ ലെൻഡുമായി ഫാസ്റ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതിനായി
അറിയിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആൻസൺ. അച്ഛനെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അച്ഛൻ ഒരു എഴുത്തുകാരനും ഒരു ഒക്കെയാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങൾ അച്ഛൻ്റെ എഴുത്തുകളിൽ കാണാനായി സാധിക്കും. ഇപ്പോൾ കൊട്ടാരക്കര പുല്ലൂർ ഡയസിസിൽ സേവനം ചെയ്യുന്നു. ഡയസിസ് ഭദ്രാസന മാഗസിൻ്റെ എഡിറ്ററായി അച്ഛൻ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുന്നതിൽ അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓവർ ടു യു അച്ഛ. താങ്ക് യു VM മാത്യു അച്ഛൻ. ഇങ്ങനെ ഒരു ശുശ്രൂഷ അച്ഛൻ ഏൽപ്പിച്ചതിൽ പ്രത്യേകമായ എൻ്റെ നന്ദി, സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. കഴിഞ്ഞ കുറെ ആഴ്ചകളായി സഭയായി ഈ വർഷത്തെ നമ്മുടെ നൊയമ്പ് വളരെ അർത്ഥവത്തായും ക്രിയാത്മകമായ ധ്യാന പ്രയോഗ ചിന്തകളിലൂടെ നാം ആയിരിക്കുന്ന ഒരു കാലത്താകുന്നുവല്ലോ ഇന്ന് നാം ഈ സൂം മീറ്റിങ്ങിലായിരിക്കുന്നത്. കാർബൺ ലെൻഡ് എന്ന പേരിലാണ് ഈ വർഷം ഇക്കോളജിക്കൽ കമ്മീഷൻ ഒരു നവദർശനം സഭയിലും അതുവഴി ലോകത്തിനും പ്രദാനം ചെയ്യുവാനായിട്ട് ഇടയായത്. വളരെ ആവേശത്തോടെയാണ് നാം എല്ലാവരും ഇതിനെ കാണുന്നതും ഏറ്റെടുക്കുന്നതും ചർച്ചകളിലൊക്കെ പങ്കുചേരുന്നതും എന്നുള്ളത് ഇത്രയും ആളുകൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ തന്നെ അതിനുള്ള ഒരു തെളിവായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു നവദർശനം സഭയ്ക്കും സമൂഹത്തിനും നൽകിയ ഇക്കോളജിക്കൽ കമ്മീഷനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ വിദേശത്താണെങ്കിലും ഈ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ച് ഇതിന് വേണ്ടതായ നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് VM മാത്യു അച്ഛനെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. നമുക്കിന്ന് പ്ലാസ്റ്റിക് ലെൻഡ് എന്ന തലത്തിലുള്ള ഒരു ചർച്ചയാണ്, ഒരു പ്രഭാഷണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏത് പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു വിഷയമായി പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ളതായ ഒരു ചർച്ച അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ലോക പശ്ചാത്തലം നമ്മുടെ മധ്യത്തിലുണ്ട്. നാം ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഈ വിഷയത്തെ ഇന്നും വേണ്ട ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് വേദപുസ്തകം നമുക്ക് തരുന്നതായ പാരിസ്ഥിതിക ദർശനം വളരെ ഗൗരവത്തോടെ നാം കാണുന്നുവെങ്കിൽ ഈ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലത് എന്ന് കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പാർക്കുന്ന ദേശം അശുദ്ധമാക്കരുത് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഇന്ന് നാം അധിവസിക്കുന്നതായ നമ്മുടെ ദേശത്തെ, നമ്മുടെ ലോകത്തെ, ഭൂമിയെ നാം കാണുമ്പോൾ അശുദ്ധമായതോ മലിനമായതോ ആയ വിവിധ തരം പ്ലാസ്റ്റിക്കുകളുടെ ഒരു കൂമ്പാരമായി ഭൂമി, മണ്ണ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ വികസനത്തിൻ്റെയും ആധുനിക ഈ അതിവേഗമുള്ള ജീവിതത്തിൻ്റെയുമുള്ള ഫാസ്റ്റ് ലൈഫിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ നമുക്ക് ലഭിച്ചതായ നമ്മുടെ വികസനമൊക്കെ നമ്മൾ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായി മാറിയ പ്ലാസ്റ്റിക് നമ്മെ തന്നെ മൂടുന്നതായ ഒരു വിപത്ഘട്ട സന്ധിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പഠിക്കുകയും ഇന്ന് നമ്മെ പ്രഭാഷണമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഫിലിപ്പ് സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ
വളരെ അപകട സൂചനകൾ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ഉപരിയായി സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ പ്ലാസ്റ്റിക്കുകൾ നിറഞ്ഞ് അത് വലിയ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അടുത്ത സമയത്ത് വായിച്ചതായ ഒരു ലേഖനത്തിൽ കണ്ടത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ചെറു കണങ്ങൾ കടലിലുള്ളതായ മത്സ്യങ്ങളിൽ വന്ന് നിറഞ്ഞ് ഇത് നാം ഭക്ഷിക്കുന്നതായ മീനുകളിലൂടെ മനുഷ്യനിൽ എത്തിച്ചേരുകയും അങ്ങനെ മാരകമായ രോഗങ്ങൾക്ക്, പലവിധ രോഗങ്ങൾക്ക് മനുഷ്യൻ ബാധിതനായി മാറുന്നു എന്നുള്ളതായ വലിയ സന്ദേഹം നൽകുന്നതായ ചിത്രവും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഒരു നവ അവബോധം സൃഷ്ടിക്കുക വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം ദൈവം നല്ലതാക്കി സൃഷ്ടിച്ചതായ ഈ ലോകത്തെ അതുപോലെ കാത്തു പരിപാലിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മുടെ അടിയന്തര കർത്തവ്യമാണ്. ഈ ഒരു നോമ്പ് നാം ആചരിക്കുമ്പോൾ കാർബൺ ലെൻഡിനോടൊപ്പം പ്ലാസ്റ്റിക് ലെൻഡ് എന്നുള്ളതായ ഒരു ചിന്ത, അതിന്റെ ഉപയോഗം, അത് ഡിസ്പോസ് ചെയ്യുന്നത്, അത് ഉപയോഗിക്കാതിരിക്കുന്നത്, ഇത്തരത്തിലുള്ളതായ വിവിധങ്ങളായ ചിന്തകൾ നമുക്കുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചകളും നമുക്കുള്ളതായ ഈ പ്രഭാഷണവും അതിലേക്ക് നമ്മെ നയിക്കുവാൻ പര്യാപ്തമാകും എന്നാണ് എൻ്റെ നിശ്ചയം. എല്ലാവരെയും വളരെ സജീവമായ ഒരു കൂട്ടായ്മയിലേക്കും സംവാദത്തിലേക്കും പ്രഭാഷണത്തിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഫിലിപ്പ് സാറിനെ സ്വാഗതം ചെയ്തല്ലോ. അദ്ദേഹം അധ്യാപക ശുശ്രൂഷ ചെയ്യുന്ന കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് വളരെ സർഗാത്മകമായി ഇടപെടുന്നതായ ഒരു അധ്യാപകനായിരുന്നു. സാറിന്റെ ശുശ്രൂഷകൾ സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറിനെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അച്ഛാ കേൾക്കാമല്ലോ? ഹലോ അച്ഛാ കേൾക്കാമല്ലോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. ഇന്നത്തെ ഈ സൂം മീറ്റിംഗിന്റെ മോഡറേറ്റർ ആയിരിക്കുന്ന ആൻസൺ അച്ഛൻ, പങ്കെടുക്കുന്ന ബഹുമാനമുള്ള പട്ടക്കാർ, ഇക്കോളജിക്കൽ കമ്മീഷൻ അംഗങ്ങൾ, പ്രത്യേകിച്ച് കമ്മീഷന് നേതൃത്വം കൊടുക്കുന്ന VM മാത്യു അച്ഛൻ, പങ്കെടുക്കുന്ന ഏവരുമേ ദൈവനാമത്തില് വന്ദനം അറിയിക്കുന്നു. ആമുഖമായി അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ വിഷയത്തിന് വളരെ ചേരുന്ന വിധത്തിൽ ഒരാമുഖം നമുക്ക് നൽകി തന്ന ആൻസൺ അച്ഛനെയും പ്രത്യേകം ഓർക്കുന്നു. ഈ വർഷത്തെ വലിയ നോമ്പിലെ 5ാമത് ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. നാം ഈ വർഷം കാർബൺ നോയമ്പായി ആചരിക്കുക വഴി ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള നിലവിളി കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചു. ഇതിനകം ഈ പോരാട്ടം ആഗോള തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു പോയി. ഈ വലിയ വിപത്തിന്റെ പ്രധാന കാരണക്കാർ നാം തന്നെയാണെന്നുള്ള സത്യം നാം തിരിച്ചറിഞ്ഞ് നമുക്കും ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാം. കഴിഞ്ഞ 4 ആഴ്ചകളിലും ഓരോ പ്രത്യേക വിഷയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നാം ഉപവസിച്ചു. 1ാമത്തെ ആഴ്ചയിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള നമ്മുടെ അജ്ഞത അകറ്റാനായി ഉപവാസം പ്രയോജനപ്പെടുത്തി. 2ാം ആഴ്ചയിൽ എനർജിയുടെ, വൈദ്യുതിയുടെ വിവേകപൂർണമായ ഉപയോഗം മനസ്സിലാക്കി നാം ഉപവസിച്ചു. 3ാമത്തെ ആഴ്ചയിൽ ആഹാരത്തിന്റെ ഉപവാസമാണ് നാം വിഷയമാക്കിയത്. മന്ന ഡയറ്റ്, മന്ന എക്കോണമി മുതലായ കോൺസെപ്റ്റുകൾ നാം ചർച്ച ചെയ്തു.
നാലാമത്തെ ആഴ്ചയിൽ അമിത വ്യയം ഒഴിവാക്കി ജീവിക്കുവാൻ ശീലിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ പഠനം. അഞ്ചാമത്തെ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ പ്രകൃതിക്ക് വളരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ശീലിച്ചുകൊണ്ടുള്ള ഒരു ഉപവാസമാണ് നാം ലക്ഷ്യമിടുന്നത്. ആമുഖമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ചരിത്രം നമ്മൾ അല്പം ഒന്ന് പരിശോധിക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ പ്രകൃതിയെ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതലാണ്. 1952 ലണ്ടനിൽ ഉണ്ടായ 4000 പേരുടെ മരണത്തിനിടയായ ലണ്ടൻ സ്മോഗ് എന്ന പ്രതിഭാസമാണ് മനുഷ്യൻ ശ്രദ്ധിച്ച ആദ്യത്തെ പ്രകൃതി ദുരന്തം. വ്യവസായ വിപ്ലവത്തിന് ശേഷം ലണ്ടൻ നഗരത്തില് കൂണുപോലെ ഉയർന്നു പൊങ്ങിയ വ്യവസായ ശാലകൾ ഇന്ധനമായി കൽക്കരി ഉപയോഗിക്കുകയും ധാരാളമായി സൾഫർ ഡയോക്സൈഡ് കലർന്ന പുക വൻതോതിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്തു. വിന്റർ സീസണില് ഈ സൾഫർ ഡയോക്സൈഡ് കലർന്ന പുക മിസ്റ്റുമായിട്ട് ഫോഗുമായിട്ട് ചേർന്ന് സ്മോക്ക് എന്ന പേരുള്ള ഒരു രാസവസ്തു രൂപപ്പെടുകയും അത് പ്രാണവായുവിന്റെ ലഭ്യത കുറയ്ക്കുകയും ചെയ്തു. അത് 4000 പേരുടെ മരണത്തിലാണ് കലാശിച്ചത്. പിന്നീട് 1956 ജപ്പാനിൽ സംഭവിച്ച മിനമാട്ട ഡിസീസ്, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, 700 ആളുകൾ മരണപ്പെട്ടു. 1966 ന്യൂയോർക്കില് കില്ലർ സ്മോഗ് എന്ന പുകയുണ്ടായി. 1969 കാലിഫോർണിയ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അവിടുത്തെ സാന്റാ ബാർബറയിൽ നടന്ന ഓയിൽ സ്പിൽ. ഈ സംഭവങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴേ ലോകം പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് 1970 ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി നിയമം നേപ്പ, നാഷണൽ എൻവയോൺമെന്റ് പോളിസി ആക്ട്, കാലിഫോർണിയ സംസ്ഥാനത്ത് നിലവിൽ വന്നു. വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, നേപ്പായുടെ സംഭാവനയാണ് EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇന്ന് ലോകത്ത് എവിടെ ഒരു വ്യവസായ സ്ഥാപനമോ മറ്റെന്തെങ്കിലുമോ ആരംഭിക്കണമെങ്കിൽ അത് ആ പരിസരത്ത് അതുമൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് പഠിച്ച ശേഷമേ നമ്മൾ അതിന് അനുവാദം കൊടുക്കുകയുള്ളൂ. നമ്മൾ ഇത്തരം സ്റ്റഡികളോട് നന്ദി പറയണം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് തിരിച്ചു തന്നത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ട്രിവാൻഡ്രം നടത്തിയ EIA റിപ്പോർട്ട് ആതിരപ്പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് ലഭിച്ചത്. ഈ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഒരു കൾമിനേഷനായി 1972 ജൂൺ 5 മുതൽ 12 വരെ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഒരു ഉച്ചകോടി നടന്നു. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ 116 രാഷ്ട്ര തലവന്മാർ അതിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകം എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. തുടർന്ന് 1992 ബ്രസീലിന്റെ തലസ്ഥാനത്ത് റിയോ ഡി ജനറോയിൽ ലോക ഉച്ചകോടി നടന്നു. അതിനുശേഷം 1987 നടന്ന ഒരു ശ്രദ്ധേയമായ നീക്കമാണ് ബ്രട്ട്ലൻഡ് കമ്മീഷൻ. ആ കമ്മീഷന്റെ സംഭാവനയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇന്ന് പ്രകൃതി സംരക്ഷണവുമായി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മുൻ നോർവീജിയൻ പ്രധാനമന്ത്രി ബ്രട്ട്ലൻഡ് എന്ന് പറയുന്ന മഹതി ഈ ലോകത്തിന് തന്ന സംഭാവനയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പ്രയോഗം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ആശയം, പ്രകൃതി സംരക്ഷണം ദൈവ നിയോഗമാണ്. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. അതിൻ്റെ ജുഡീഷ്യസ് ആയ ഉപയോഗത്തിലാണ് നാം തോറ്റുപോയിരിക്കുന്നത്. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. മനുഷ്യനെ മാത്രമല്ല,
സൃഷ്ടിപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയ എല്ലാത്തരം വസ്തുക്കളും ദൈവം നോക്കി നല്ലത് എന്ന് കണ്ടതാണ്. സൃഷ്ടിയുടെ അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുകയും ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും മനുഷ്യനെ ചുമതലപ്പെടുത്തുന്നു. ഈ വാക്യം വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടൊരു വാക്കാണ്. സൃഷ്ടിയുടെ അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നൊരു ദുർവ്യാഖ്യാനം നിലവിലുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് ആ സൃഷ്ടിയുടെ ആദ്യ ഭാഗത്ത് നടന്നതൊക്കെ. ആ ആദ്യ ഭാഗത്തെ സൃഷ്ടികളുടെ നിലനിൽപ്പ് ഭീഷണിയാകുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പും ഭീഷണിയാകുന്നു എന്ന സത്യം മനുഷ്യൻ മറന്നുപോയി. അതിന്റെ ശിക്ഷയാണ് ഇന്ന് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. സൃഷ്ടികൾ മനുഷ്യന്റെ ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല, മറിച്ച് അവന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അത്യാവശ്യം ഘടകങ്ങളാണ്. ബാക്ടീരിയകളും വൈറസുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം സൃഷ്ടികളും അടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് മാത്രമായി ഒരു നിലനിൽപ്പ് സാധ്യമല്ല എന്ന് നാം ഓർക്കണം. നമ്മുടെ എല്ലാ ആരാധനയിലും വിശ്വാസ പ്രമാണത്തിലൂടെ നാം ഏറ്റുപറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവാണ് ദൈവമെന്ന്. ഇത് നമ്മൾ മറന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. എല്ലാത്തരം ഡൈവേഴ്സിറ്റിയും ഒരു ദൈവീക പദ്ധതിയാണ്. അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ ഒരു സ്വാഭാവിക താളമുണ്ട്, ഒരു ക്രമമുണ്ട്. കോടാനുകോടി സൃഷ്ടികൾ ഒന്നു മാത്രമായ മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ദൈവം നല്ലതെന്ന് കണ്ട പ്രകൃതിയുടെ താളം തെറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ മതി. എല്ലാം സ്വന്തമാക്കാനും അടക്കി വാഴാനുമുള്ള മനുഷ്യന്റെ സ്വഭാവം കാരണം ഭൂമിയുടെ സ്വാഭാവിക താളം തെറ്റുകയും കാലാവസ്ഥയിൽ കാര്യമായ വ്യത്യാസം വരികയും ചെയ്തു. ഭൂമി പലപ്പോഴായി ഇതിനോട് പ്രതികരിക്കുകയും അത്തരം ഭൂമിയുടെ ഇടപെടലുകൾ നമുക്ക് ഭീഷണിയാകുമ്പോൾ നാം അതിനെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിച്ച് നേരിടാൻ ശ്രമിക്കുക. ഉരുൾപൊട്ടൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാനതൊന്ന് വിശദമാക്കാം. ഒരു പ്രത്യേക ഇടത്ത് കൂടുതൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അധിക ജലം മലമടക്കുകളിൽ ഊഴ്ന്നിറങ്ങുകയും സംഭരണശേഷി കഴിയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ദുർബലമായ ഒരിടം പൊട്ടിച്ച് അത് ഒഴുക്കിക്കളയുകയും ചെയ്യും. പ്രകൃതി അതിനെ നിലനിൽപ്പിനായി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നാം പ്രകൃതി ദുരന്തം എന്ന് വിളിക്കുന്നു. അങ്ങനെ വരുന്ന അധിക ജലം ഒഴുകാനുള്ള വഴി പ്രകൃതിക്കുണ്ട്. അതിനെ നമ്മൾ നദിയെന്ന് വിളിക്കുന്നു. ആ നദിയുടെ ജലത്തിന്റെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തകർത്തുകൊണ്ട് അത് താഴോട്ട് ഒഴുകും. ഇതൊന്നും പ്രകൃതി ദുരന്തമല്ല, പ്രകൃതി അതിന്റെ നിലനിൽപ്പിനായി ചെയ്യുന്ന ചില ക്രമീകരണങ്ങൾ മാത്രമാണ്. 2010 ഹൈദരാബാദിൽ നടന്ന UN കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി COP11 യുടെ മോട്ടോ ഈ തരത്തില് വളരെ പ്രസക്തമാണ്. നേച്ചർ പ്രൊട്ടക്ട്സ് ഇഫ് ഷീ ഈസ് പ്രൊട്ടക്റ്റഡ്. പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു താളമുണ്ട്, ഒരു ക്രമമുണ്ട്. അത് നഷ്ടപ്പെടാതിരുന്നാൽ പ്രകൃതി അതിൻ്റെ സർവ സൃഷ്ടികളെയും സംരക്ഷിച്ചു കൊള്ളും എന്ന ആപ്തവാക്യം നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ഈ തരത്തില് ഈ മോട്ടോ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. രണ്ടാമതായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക്കും കാലാവസ്ഥാ വ്യതിയാനവും. പ്രകൃതിയുടെ സ്വാഭാവിക താളം നഷ്ടപ്പെടുന്നതിൽ കാലാവസ്ഥാ മാറ്റത്തിന് ഇടയാക്കുന്ന പ്രധാന കാരണങ്ങൾ ഒന്നാണ് പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗവും അതിൻ്റെ ശാസ്ത്രീയമായ സംസ്കരണ രീതികളും. പരിഷ്കൃത സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഡിസ്പോസബിൾ സ്പൂൺ മുതൽ ഹൃദയ വാൽവ് വരെ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുക. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വൻതോതിലുള്ള ഉപയോഗം മരങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും നമുക്ക് കഴിയുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾ തീർത്തും പ്ലാസ്റ്റിക്കിനെ എതിർക്കുന്ന ഒരു സമീപനമല്ല നമ്മൾ പുലർത്തേണ്ടത്. പ്ലാസ്റ്റിക് ഇന്ന് പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്.
അതുവഴി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാസ്റ്റിക് ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ മുഴുവൻ റീപ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സ്ഥാനത്ത് ഒരു 60% മര ഉരുപ്പടികൾ കയറി വരും. അത് മറ്റൊരു ദുരന്തത്തിലേക്കാണ് നാം ചെന്നെത്തുന്നത്. ഇന്ന് ലോകം നേടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ജൈവ ഇന്ധനങ്ങളായ പെട്രോളിയം, കൽക്കരി മുതലായവയിൽ നിന്നായതിനാൽ അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലും മാലിന്യ സംസ്കരണ വേളയിലും പുറന്തള്ളുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആഗോള താപനിലയെ കാര്യമായി ബാധിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുകയും ചെയ്യും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് നമ്മളെയും വരും തലമുറയും രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആകെ പുറത്തള്ളുന്ന ഹരിത ഗ്രഹവാതകങ്ങളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ 13% പ്ലാസ്റ്റിക് അനുബന്ധ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംസ്കരണവും വളരെ അപകടം പിടിച്ചതാണ്. അതുവഴി പുറന്തള്ളുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാലാവസ്ഥാ വ്യതിയാനത്തെ കാര്യമായി ബാധിക്കുന്നു. ലോകത്ത് ഇന്ന് പ്രതിവർഷം ഉപയോഗിക്കപ്പെടുന്ന 400 ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ പകുതിയോളം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഏകദേശം 19-20 മില്യൺ ടൺ കടലിലും നദികളിലും ജലാശയങ്ങളിലും എത്തപ്പെടുന്നു. കടലിൽ അഴിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ ഏറ്റവും അപകടകാരിയായ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള കടലിന്റെ കഴിവിനെ കുറയ്ക്കുന്നു. ഈ ആമുഖമായിട്ട് അച്ഛൻ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. പ്ലാസ്റ്റിക്കുകൾ കടലിൽ എത്തിയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. മറ്റൊരു അപകടമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിലെ ഏറ്റവും ഉപദ്രവകാരിയായ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത് കടലും കടൽ സസ്യങ്ങളുമാണ്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടലിൽ എത്തുക വഴി അത് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി രൂപപ്പെട്ട് ആ കടലിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് കടലിൽ ഡെഡായി മാറുന്നു. അങ്ങനെ ആയി കഴിയുമ്പോൾ കടലിന്റെ ആ കഴിവുകളെല്ലാം നഷ്ടപ്പെടുന്നു. ശരാശരി 30 ഡിഗ്രി വരെ ചൂട് പിടിച്ചു കിടക്കുന്ന അറബിക്കടലിൽ വൻ നഗരങ്ങളിൽ നിന്നുള്ള കാർബൺ പുറന്തള്ളൽ മൂലം ചൂട് പിന്നെയും കൂടുകയാണ്. ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം അറബിക്കടലിന്റെ പല ഭാഗങ്ങളിലും മൃതമേഖല ഡെഡ് സോൺ രൂപപ്പെടുന്നുണ്ട്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിനോടൊപ്പം ചെറിയ ജീവികളും കടൽ സസ്യങ്ങളും പവിഴപ്പുറ്റുകളും നശിക്കും. ആഗോള താപനത്തിന് പുറമെ വൻ നഗരങ്ങളിൽ നിന്നുള്ള ഓടജലം, മത്സ്യഫാമുകളിൽ നിന്നുള്ള പുറന്തള്ളൽ തുടങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് സമുദ്രക്കടലിലെ രാസമാറ്റത്തിന്റെ പിന്നിലെ പ്രധാന കാരണം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, നാം പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി രൂപപ്പെട്ട് കടലിൽ എത്തുകയും കടലിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് മൃതമേഖലയായി ഡെഡ് സോണായി മാറുകയും ചെയ്താൽ കടൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അഡ്സോർപ്ഷൻ പൂർണ്ണമായിട്ടും നടക്കാതെ വരും. വൻതോതിലുള്ള പ്ലാസ്റ്റിക് നിക്ഷേപങ്ങൾ പശ്ചിമഘട്ടം മലനിരകളുടെ ഘടനയ്ക്കും ജൈവ വ്യവസ്ഥയ്ക്കും ആഘാതം ഏൽപ്പിച്ചു തുടങ്ങി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്നത് പശ്ചിമഘട്ടങ്ങളാണ്. പശ്ചിമഘട്ടത്തിന് സംഭവിക്കുന്ന ഏത് തരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ കാലാവസ്ഥയെ, ഈ കൊച്ചു കേരളത്തിന്റെ കാലാവസ്ഥയെ മാറ്റും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകൾ ഡംപ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ മലിനപ്പെടുകയും കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഗണനീയമായ മാറ്റം സംഭവിക്കുകയും ചെയ്യും. നമുക്കറിയാം, കേരളത്തിന്റെ 44 നദികളില് 41ന്റെയും പ്രഭവ കേന്ദ്രം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ആരും അറിയാതെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് ആ പശ്ചിമഘട്ട മലനിരകളുടെ ഘടനയിൽ കാര്യമായ വ്യത്യാസം വരുത്തി കഴിഞ്ഞുകയും യുനെസ്കോ ഈ മലനിരകളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടം നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന 8 ജൈവ വൈവിധ്യ കലവറകളിൽ ഒന്നാണ്. മൂന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രാണവായുവിന്റെ ലഭ്യത കുറയ്ക്കുന്നു.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ എക്കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉടൻ തന്നെ ഉത്തരം നമുക്ക് ലഭിക്കും. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. റോട്ടി, കപ്പട, ഓർ മക്കാൻ. എന്നാൽ ഇതും സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് മൂന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് പ്രാണവായുവാണ്. COVID-19 അത് നമ്മളെ പഠിപ്പിച്ചു, നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 24,500-നും 25,000-നും ഇടയ്ക്ക് തവണ ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 11,000 ലിറ്റർ ഓക്സിജൻ നമ്മൾ അകത്തോട്ട് എടുക്കുന്നു. ഓക്സിജന്റെ 20% വായുവിന്റെ 20% ഓക്സിജനാണ്. അതായത് നമുക്കൊരു ദിവസം ശ്വാസോച്ഛ്വാസത്തിനായി 550 ലിറ്റർ ഓക്സിജൻ വേണം. ഇത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഈ COVID-19 വരെ നമ്മൾ ആരും അതിനെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. നമുക്ക് ലഭിക്കുന്നു, പിന്നെ എന്തിനാണ് സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്? ഇതിന്റെയൊക്കെ ഉത്തരം നമ്മൾ ഉടനെ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള വൃക്ഷലതാദികൾ എന്നാണ് നമ്മുടെ ഒരു സാധാരണ ഉത്തരം. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നു, വൃക്ഷങ്ങൾ തീരെ ഇല്ലാത്ത ഗൾഫ് മേഖലയിൽ ആവശ്യത്തിന് ഓക്സിജൻ എവിടുന്ന് ലഭിക്കുന്നു എന്നൊരു ചോദ്യം. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന പ്രാണവായുവിന്റെ 50% മേളിൽ ലഭിക്കുന്നത് കടലിൽ നിന്നാണ്. നമുക്ക് ആവശ്യമുള്ള ഏകദേശം 550 ലിറ്റർ ഓക്സിജന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത കടൽ സസ്യങ്ങൾ, ഫൈറ്റോപ്ലാങ്ക്ടൺസ് നടക്കുന്ന ഫോട്ടോസിന്തസിന്റെ ഫലമാണ്. ബാക്കി ഭാഗം ലഭിക്കുന്നത് കരയിലെ സസ്യജാലങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിലാക്കലിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമായി വരുന്നത്, നമുക്ക് ചുറ്റും നമ്മൾ നട്ടു വളർത്തുന്ന നമ്മൾ വളർത്തിയിട്ടില്ലാത്ത സസ്യജാലങ്ങളിൽ നിന്നാണ് നമുക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുന്നു എന്ന ധാരണ പൂർണ്ണമായും ശരിയല്ല. ഏതാണ്ട് 50% ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് ഈ കടലിൽ നിന്നാണ്. ഈ കടലിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് അത് ഡെഡ് സോണായി മാറിക്കഴിഞ്ഞാൽ കടലിന്റെ ആ കഴിവാണ് നഷ്ടപ്പെടുത്തുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം എല്ലാം കരുതി വെക്കുമെങ്കിലും ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. അങ്ങനൊരു കരുതൽ നമ്മുടെ അജണ്ടയിൽ ഇതുവരെയും വന്നിട്ടുമില്ല. COVID-19 കാലഘട്ടത്തിൽ നാം ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി പരക്കം പാഞ്ഞ് നടന്നത് നമ്മൾ ഓർക്കുമല്ലോ. നമ്മുടെയൊക്കെ വീടുകളിലെ ഓക്സിമീറ്റർ വാങ്ങി നമ്മൾ ഓക്സിജൻ ലെവലൊക്കെ ഉറപ്പാക്കിയത് അധികം ആരും മറന്നു കാണുകയില്ല. നാം ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നേരത്തെ അച്ഛൻ ഇത് സൂചിപ്പിച്ചു, കടലിൽ എത്തപ്പെടുകയും കാലക്രമേണ രൂപാന്തരം സംഭവിച്ച് ചെറിയ കണികളായി മൈക്രോ പ്ലാസ്റ്റിക്സ് ആയി കടലിൽ നിലനിൽക്കുന്നു. ഇത് നമുക്ക് ഓക്സിജൻ തരുന്ന സൂക്ഷ്മ ജീവികൾക്ക് ഭീഷണിയാകുകയും പ്രാണവായുവിന്റെ ലഭ്യത കാര്യമായി കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ വൻതോതിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാരണം സമുദ്രത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് ഡെഡ് സോണായി മാറുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികൾ മുതൽ ഏറ്റവും വലിയ നീല തിമിംഗലം വരെയുള്ള ജീവികളും എല്ലാത്തരം സസ്യജാലങ്ങളും അടങ്ങുന്ന നമ്മുടെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അടുത്ത ഒരു പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ പങ്കാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ക്യാരി ബാഗുകളുടെ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണം ഇന്ന് കാണുന്ന വിധത്തിൽ സങ്കീർണമായത് ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കടന്നുവരവോടാണ്. 2022 ഡിസംബർ 31 മുതൽ 120 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുക. പക്ഷേ നമുക്ക് എവിടെ നോക്കിയാലും ഏത് കടയിൽ നിന്ന് എന്ത് വാങ്ങിയാലും നമുക്ക് ഈ ക്യാരി ബാഗിലാണ് ലഭിക്കുന്നത്. ക്യാരി ബാഗിൽ വാങ്ങുന്നതിനെ കുറിച്ച് സർക്കാർ വളരെ ബോധവാനാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഫാക്ടറി അത് പ്രവർത്തിക്കുന്നു, അതിന് കറണ്ട് കൊടുക്കുന്നു, അവര് ടാക്സ് അടയ്ക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും സർക്കാർ അനങ്ങുന്നില്ല. നമ്മുടെയൊക്കെ ഒരു വികസനത്തിന്റെ ഒരു തലതിരിഞ്ഞ വികസനമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്.
ഫാക്ടറികളെല്ലാം തന്നെ 120 അതിൽ താഴെ മൈക്രോൺ ഉള്ള കാരി ബാഗുകൾ നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറികൾ നിലനിൽക്കുന്നു. അത് വാങ്ങുന്നതും വിൽക്കുന്നതുമാണ് കുറ്റകരം. മറ്റൊന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ അടുക്കള ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തെ കുറിച്ചാണ്. സാധാരണയായി ജൈവ അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുകയോ കുഴികളിൽ നിക്ഷേപിക്കുകയോ ചെയ്തിരുന്ന കാലത്ത് അവ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യത്തിൽ എയറോബിക് ഡീകമ്പോസിഷൻ സംഭവിക്കുകയും അത് മണ്ണോട് ചേർന്ന് ജൈവ വളവുമായി തീരുകയും ചെയ്തിരുന്നു. ഒരു ചെറിയ അളവ് മാംസ സംബന്ധിയായ മാലിന്യങ്ങൾ പറവകൾ ആഹാരമാക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ഈ ഫ്ലാറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ ഏതാണ്ട് ഇതേ രീതിയിലായിരുന്നു. നമ്മൾ അടുക്കള മാലിന്യങ്ങൾ പുറത്ത് കുഴികളിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ പറവകളും മറ്റ് ജീവജാലങ്ങളും കുറേയൊക്കെ ആഹാരമാക്കും. ബാക്കിയുള്ളവ മണ്ണ് ചേർന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പാർപ്പിട രീതികളിൽ മാറ്റം വരികയും ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ള വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മാലിന്യങ്ങൾ തരംതിരിക്കാതെ പ്ലാസ്റ്റിക് ബാഗുകളിൽ ഭദ്രമായി പൊതിഞ്ഞ് പൊതുസ്ഥലത്ത് നിക്ഷേപിക്കപ്പെടുന്നു. അവിടെ അത് കിടന്ന് വായു സമ്പർക്കം ഏൽക്കാതെ അനൈറോബിക് ഡീകമ്പോസിഷൻ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധവും മഹാഭാരികളും പടർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ചിക്കൻ ഗുനിയ, എലിപ്പനി, തക്കാളിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടർത്താൻ കാരണമാകുന്ന രോഗാണുക്കൾക്ക് വിളനിലമായി ഈ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ഇത്തരം പ്രദേശങ്ങൾ എലികളുടെയും തെരുവ് നായ്കളുടെയും വികാര രംഗമാകുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുരവും തിരുവനന്തപുരത്തെ വെളുപ്പിശാലയും ഒന്നും നമുക്ക് വേഗം മറക്കാൻ സാധിക്കുകയില്ല. ഈ ബ്രഹ്മപുരത്തെ വേസ്റ്റ് ഡിസ്പോസലിൽ ഏറ്റവും ഭീഷണിയായി വരുന്നത് ഈ ജൈവ ഓർഗാനിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ അത് പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക്കുകളുമാണ്. ഇത് വ്യക്തമായി തരംതിരിച്ച് ഇത് സംസ്കരണ രീതികൾ, ശാസ്ത്രീയമായ സംസ്കരണ രീതികൾ അവലംബിക്കുകയും ചെയ്താൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നേരിടാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഫ്ലാറ്റുകളിൽ നിന്നുള്ള മാലിന്യ പ്രവാഹവും മാലിന്യ സംസ്കരണവും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷെ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ അശാസ്ത്രീയ സംസ്കരണ രീതികളുമാണ് ഇന്ന് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. മറ്റൊരു പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ദുരന്തം വളരെ രസകരമായ ഒന്നാണ്. പ്ലാസ്റ്റിക് മാലിന്യവും വെള്ളപ്പൊക്കവും ഇത് തമ്മിലൊട്ടും ചേരുന്ന ഒരു പ്രയോഗമല്ല. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിൽ വ്യക്തമായ പദ്ധതികളില്ലാത്ത നഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ വെള്ളപ്പൊക്കം. നമുക്ക് മഴയുള്ള സമയങ്ങളിൽ ധൈര്യമായി തിരുവനന്തപുരത്തോ കൊച്ചി മുതലായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏത് പ്രദേശം എപ്പോൾ വെള്ളത്തിനടിയിലാകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. മുൻ പരിചയമില്ലാത്ത യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണം നഗരത്തിലെ താമസക്കാരും യാത്രികരും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റു വസ്തുക്കളും ഓടയിലെത്തി ഓടകൾ അടഞ്ഞു പോകുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു നിസ്സാര പ്രശ്നമെന്ന് തോന്നുമെങ്കിലും തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ആ നഗരത്തിൽ കൂടെ ഒക്കെ ഒഴുകുന്ന ചെറിയ തോടുകളും ചെറിയ കനാലുകളും ഒക്കെ എല്ലാം അടഞ്ഞു പോയിരിക്കുക. അതിൻ്റെ ഔട്ട്ലെറ്റ്സ് എല്ലാം അടഞ്ഞുപോയി. ചെറിയ തോതിൽ പെയ്യുന്ന വെള്ളം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അത്. ഒരു പ്രത്യേക ഇടത്ത് കൂടുതൽ വെള്ളം ഒന്നിച്ചു വീഴുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ വരുമ്പോഴേ ആ പ്രദേശം വെള്ളത്തിനടിയിലാകുന്ന ഒരു പ്രത്യേകത നമ്മളിപ്പോൾ കാണുന്നു. അതിനും ഈ പ്ലാസ്റ്റിക് കാരണമാകുന്നു. നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ ഇനി ആലോചിക്കുന്നത്. ഒന്ന്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തീർത്തും ഒഴിവാക്കുകയും ചെയ്യുക. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവിതം ഇനി നമുക്ക് സാധ്യമല്ല. പ്ലാസ്റ്റിക് സ്പൂൺ മുതൽ ഹൃദയ വാൽവ് വരെ ഇന്ന് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത്. വളരെ ഹൈജീനിക്കായ പ്രോഡക്ട്സ് പലതും പ്ലാസ്റ്റിക് ആണ്.
ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, സൂക്ഷിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് വിട്ടൊരു ജീവിതം നമുക്ക് ഇനിയും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കുക ആണ് ഒന്നാമതാണ് നമുക്ക് ചെയ്യാനുള്ളത്. 2, ജൈവ മാലിന്യങ്ങളും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളും പ്ലാസ്റ്റിക്കും പേപ്പറും തരംതിരിച്ച് വേറെ നിക്ഷേപിച്ച് അവ യഥാസമയം സംസ്കരിക്കണം. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലാണ് ഈ അപകടാവസ്ഥ ഏറ്റവും കൂടുതൽ കാണുന്നത്. വളരെ നിർബന്ധമായി ഓർഗാനിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും തമ്മിൽ കലരാൻ അനുവദിക്കാതെ പ്ലാസ്റ്റിക് അത് വേറെ രീതിയിൽ തരംതിരിച്ച് സംസ്കരിക്കുന്നതിന് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ജൈവ വസ്തുക്കൾ കമ്പോസ്റ്റിങ്ങിന് വേർതിരിച്ച് മാറ്റിവെക്കുകയും വേണം. 200 ദശലക്ഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ 20% മാത്രമേ റീസൈക്ലിങ്ങിന് വിധേയമാകുന്നുള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഹരിതകർമ്മയുടെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തണം. 3, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൈക്രോ പ്ലാസ്റ്റിക്സ് ജലാശയങ്ങളിലും അതുവഴി കടലിലും എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതചര്യകളിൽ ചെറിയ മാറ്റം വരുത്തി നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണം. ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ചില പ്രവണതകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുകയാണ്. 1, നമ്മുടെ വിശാലമായ വീടിന്റെ മുറ്റങ്ങൾ, അവിടെ ഒരു കാലത്ത് മണലും ചരലും ഒക്കെ വിരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മഴ പെയ്താൽ വെള്ളം അതിൽ കൂടെ ഊർന്നിറങ്ങി നമ്മുടെ കിണറ്റുകളിൽ നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ആ മഴവെള്ളത്തെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ച് കയ്യിലിട്ട് വെള്ളത്തെ ആട്ടിപ്പായിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അതുവരെ നമുക്ക് സഹിക്കാവുന്നതായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പുതിയ പ്രവണത, ഈ ടൈലുകളുടെ ഇടയ്ക്ക് പ്ലാസ്റ്റിക് പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നു. ഈ പ്ലാസ്റ്റിക് പുല്ലുകൾ നമ്മൾ നടക്കുമ്പോഴും വണ്ടി ഓടുമ്പോഴും ചവിട്ടി അരഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി ഓരോ മഴയിലും അത് ക്യാരി ചെയ്ത് തോടിലും നദിയിലും എത്തി, കടലിലും എത്തി, മുമ്പ് അച്ഛൻ സൂചിപ്പിച്ച പോലെ ജീവജാലങ്ങളുടെ ഉള്ളിൽ എത്തപ്പെടുകയും അതിൻ്റെ ഒരു ചെറിയ അംശം തിരിച്ച് നാം കാശ് കൊടുത്ത് വാങ്ങുന്ന മീനിൽ കൂടെ നമ്മുടെ ഉള്ളിൽ എത്തപ്പെടുകയും ചെയ്യുന്നു. വളരെ വേദനാജനകരമായ ഒരു സൈക്കിളാണത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കേരളത്തില് ഏതാണ്ട് 45 ലക്ഷത്തോളം കിണറുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിൽ നല്ലൊരു ശതമാനം കിണറുകളിലും വെള്ളം കോരാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കയറുകളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ തവണയും ഈ കയറെടുത്ത് കുടയുമ്പോൾ ലക്ഷക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കിണറ്റിൽ വീഴുന്നു. ഇതാണ് നമ്മൾ കോരി അരിക്കാതെ കുടിച്ച് കുടലിലെത്തി അൾസറിനും ക്യാൻസറിനും കാരണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വരും തലമുറയെ ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ഒരു ജീവിതത്തിന്റെ, നാടിന്റെ ഒരു സംസ്കാരമായി മാറണം. മറ്റൊരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ സഞ്ചാരത്തിൽ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ 2 3 തുണി സഞ്ചികൾ വളരെ നിർബന്ധമായിട്ട് സൂക്ഷിക്കുക. ഒരു കാരണവശാലും നമ്മളെ കടകളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക. 5, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. സാധാരണയായി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ വീട്ടിൽ, പ്രത്യേകിച്ച് ക്യാരി ബാഗുകൾ, 120 മൈക്രോണിൽ താഴെയുള്ള ക്യാരി ബാഗുകൾ നമ്മൾ വീട്ടിൽ എത്തപ്പെടുന്ന സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, ഫിഷും മീറ്റും ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് തരുന്ന കവറിംഗ് ആണ്. ആ വസ്തുക്കൾ നമുക്കറിയാം പലതവണ പല പ്ലാസ്റ്റിക്കുകൾ പൊതിഞ്ഞ് അവസാനം ഒരു കവറോടിട്ടാണ് നമുക്ക് തന്നുവിടുന്നത്. മറ്റെല്ലാ പ്ലാസ്റ്റിക്കുകളും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. എന്നാൽ ഈ മീറ്റും ഒക്കെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഒരു കാരണവശാലും വീണ്ടും ഉപയോഗിക്കാറില്ല. അതിന് ഒരു പോംവഴി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, സ്റ്റീലിന്റെ പാത്രങ്ങൾ,
അല്ലെങ്കിൽ വളരെ കട്ടിയുള്ള റീയൂസ് ചെയ്യാവുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, രണ്ടിനും ഒന്ന് തന്നെ മതി, നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വളരെ നിർബന്ധമായി മീനോ ഇറച്ചിയോ അതുപോലുള്ള വസ്തുക്കളോ വാങ്ങുന്നതിന് നമ്മൾ പോകുമ്പോൾ വളരെ നിർബന്ധമായി നമ്മൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ കൊണ്ടുപോവുക. അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. അതുവഴി ആ വീട്ടിൽ ആകെ എത്തപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളുടെ പകുതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊരു പ്രധാന സംഗതി ചൂണ്ടിക്കാണിക്കാനുള്ളത്, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കാറുകളിലൊക്കെ വെള്ളം സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ്. വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ തുറന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ കടകളിലൊക്കെ ഈ വെയിൽ കൊണ്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് വെള്ളം ഒരു കാരണവശാലും നാം വാങ്ങരുത്. ആ കുപ്പിയുടെ നിർമ്മാണ ഘട്ടത്തിൽ അടങ്ങിയിരിക്കുന്ന പല രാസവസ്തുക്കളും അതിൽ കലർന്ന് നമ്മുടെ ഉള്ളിൽ എത്താൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുകയും പിന്നെ അത് ക്യാൻസറിന് കാരണമാകുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിൽ വീണ്ടും വീണ്ടും വെള്ളം നിറച്ചുപയോഗിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ കൊക്കക്കോള, പെപ്സി പോലുള്ള സാധനങ്ങൾ ഈ കടകളിലെ പുറത്തിങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നത്, വെയിൽ കൊണ്ട് കിടക്കുന്നത്, അതൊരു കാരണവശാലും വാങ്ങി നമ്മളോ നമ്മുടെ കുട്ടികൾക്കോ കൊടുക്കരുത്. മറ്റൊരു സംഗതി ഒഴിവാക്കപ്പെടേണ്ടതായ ഒന്ന്, വളരെ വില കുറഞ്ഞ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. പ്രത്യേകിച്ച് 2 കാരണങ്ങളാണ്. അതിലെ ഉപയോഗിച്ചിരിക്കുന്ന വില കുറഞ്ഞ കോൾട്ടാർ പ്ലാസ്റ്റിക് ഡൈസ്, താലൈറ്റ് പോലുള്ള വളരെ അപകടകരമായ വസ്തുക്കളാണ്. അത് കുട്ടികൾ എടുത്ത് കടിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ കളിക്കുന്ന സമയത്ത് അത് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ചെല്ലാനുള്ള സാധ്യത വളരെയാണ്. ഈ ഭൂമി ഇന്ന് ദൈവം നമുക്ക് വസിപ്പാനും വരും തലമുറയ്ക്ക് കാത്തു സൂക്ഷിക്കാനുമായി കടമായി ഏൽപ്പിച്ചതാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ ഒരു പ്രസ്താവനയാണ്. ആ വലിയ ഉത്തരവാദിത്വം നമുക്ക് മറക്കാതിരിക്കാം. ഈ ഭൂമി ഇന്നുള്ളതുപോലെ നിലനിർത്തുന്നതിനും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിനും ഈ കാർബൺ നോമ്പാചരണത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. പാരിസ്ഥിതിക മാറ്റങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദുരന്തങ്ങളല്ല. അവയെ ഫലപ്രദമായി നേരിടാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവ ദുരന്തങ്ങളായി മാറുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും തീർത്തും ഒഴിവാക്കാൻ പറ്റില്ല. കാർബൺ നോയമ്പായി ആചരിക്കുന്ന ഈ വലിയ നോമ്പിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി ഒരു നല്ല നാളേക്കായി പ്രകൃതിയെ സംരക്ഷിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് പല കാര്യങ്ങളുണ്ട്. അത് ആദ്യം മുതൽ നമുക്കൊന്നുകൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോരാം. ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ്, ഈ പ്രകൃതി സംരക്ഷണം ദൈവ നിയോഗമാണ്. അത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയുടെയും ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത്, ഈ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക്കിന്റെ ഈ സംസ്കരണം നമ്മുടെ കാലാവസ്ഥയെ മാറ്റുന്നു, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും എന്ന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോഴേ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നാം പറഞ്ഞ് നമ്മൾ പുച്ഛിച്ചു തള്ളി. ഇന്ന് നാം അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. കാലാവസ്ഥ വളരെ മാറിക്കഴിഞ്ഞു. മൂന്നാമതായി നമ്മൾ ഭയപ്പെടുന്ന ഒന്നാണ്, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രാണവായുവിൻ്റെ ലഭ്യത വളരെ കുറയ്ക്കുന്നു. പ്രാണവായുവിൻ്റെ വില നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രാണവായുവിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, മാലിന്യ സംസ്കരണത്തിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ പങ്കാണ്. നമ്മളൊന്ന് മനഃപൂർവ്വം നിർബന്ധമായി വിചാരിച്ചാൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ എണ്ണം കുറയ്ക്കാം. അതുവഴി നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ചെയ്ത് ഈ പ്രകൃതിയുടെ താളപ്പിഴ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രകൃതിയെ, കോടാനുകോടി സൃഷ്ടികളിലൊന്നായ ഈ കൊച്ചു മനുഷ്യൻ ഈ പ്രകൃതിയെ സംരക്ഷിക്കാം എന്ന വ്യാമോഹം തീർത്തും ഉപേക്ഷിക്കുക.
പ്രകൃതിയുടെ താളം തെറ്റിക്കാതിരുന്നാൽ മതി. നേച്ചർ പ്രൊട്ടക്ട്സ് ഇഫ് ഷീ ഈസ് പ്രൊട്ടക്റ്റഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫിലിപ്പ് സാർ. വളരെ മനോഹരമായി, വളരെ ലളിതമായി ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ് നമ്മോട് പങ്കുവച്ചു. വളരെയധികം സന്തോഷം. സാറിനോടുള്ള പ്രത്യേക സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമുക്ക് അല്പസമയം പൊതുവായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള അവസരമാണ്. സാറിനോട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളായോ അഭിപ്രായങ്ങളായിട്ടോ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അല്പസമയം നമുക്കിപ്പോൾ വേർതിരിക്കാം. സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഹലോ കേക്കാം, ചോദിച്ചോ. മാത്യു കോശിയ. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. സാറേ, ഈ പ്ലാസ്റ്റിക് ശരിക്കും വെയിൽ കൊള്ളുമ്പോഴാണ് റിയാക്ഷൻ വന്നാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പൊ ഞാൻ എന്റെ മേശപ്പുറത്ത് ഒരു കുപ്പിക്കകത്ത് വെള്ളം വെച്ചേക്കുന്നത്. ഇത് വെയിലൊന്നും കൊള്ളുന്നില്ല, വെയിൽ കൊള്ളാതിരിക്കുകയാണ്. ഈ സാറേ ഞാൻ ചോദിച്ചോട്ടെ പ്ലീസ്, ഒറ്റ മിനിറ്റ്. ഈ പല മൈക്രോൺ, ഇത്ര മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക് കുഴപ്പമില്ലെന്ന് പറയും. ഞാനിപ്പോ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല, ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് സാറ് കെമിസ്ട്രി സാർ ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കുപ്പി ഞാൻ വെയിൽ കൊള്ളാതായിരിക്കുന്നത് ഒരു 2-3 മാസമൊക്കെ ഉപയോഗിക്കും. അത് ഡേഞ്ചർ ആണോ? ആണെങ്കിൽ പൊട്ടുന്ന കുപ്പി വെള്ളമാണോ ഉപയോഗിക്കേണ്ടത്, അതോ മൺകുടമാണോ? അതിനെപ്പറ്റി ഒരു സാധാരണക്കാരന്റെ സംശയം ഒന്ന് കരുതി സാറിന് ഉത്തരം പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. അതിന്റെ ഉത്തരവായിട്ട് പറയാനുള്ളത്, ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പ്ലാസ്റ്റിക് കുപ്പികളെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഈ അതിന്റെ നിലവാരം, പല നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്ക് ഇന്നിപ്പോൾ അവൈലബിളാണ്. നല്ല വിലയുള്ള മറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമുക്കിപ്പോൾ അവൈലബിളാണ്. പക്ഷെങ്കിൽ ഈ വില കുറഞ്ഞ പ്ലാസ്റ്റിക്കിലോട്ട് പോകും തോറും അതിലുപയോഗിക്കുന്ന കെമിക്കൽസ് ഈ ഫോട്ടോളിസിസ് വഴി വെയിലടിക്കുമ്പോൾ രാസമാറ്റങ്ങൾ വരികയും ചെറിയ തോതിൽ അതിനകത്ത് കലരുകയും ചെയ്യുമെന്നാണ് പഠനം തെളിവാക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും നല്ലത് കുപ്പിവെള്ളമാണ്. കുപ്പിയിലേക്ക് ആ തരത്തിൽ സെറാമിക് കുപ്പി, അതുപോലെ തന്നെ ഈ നല്ല ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഈ റീയൂസബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നത്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ നമുക്കിപ്പോ പറ്റുന്നത് കുപ്പിവെള്ളമാണ്. അല്ലെങ്കിൽ ഫ്ലാസ്ക്, ഇപ്പൊ വില കുറഞ്ഞ ഫ്ലാസ്കുകൾ അവൈലബിളാണ്. ഫ്ലാസ്കുകൾ, ഈ നല്ല ഫ്ലാസ്കുകൾ ഇപ്പോൾ വലിയ വിലയില്ലാതെ കിട്ടും. അതിലൊരെണ്ണം വാങ്ങി വെക്കാമെങ്കിൽ ദീർഘനാള് നമുക്ക് ഈ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചോദ്യം ചോദിക്കാമല്ലോ? കണ്ട സന്തോഷം. ഓക്കെ, സന്തോഷം. സാറിന്റെ ടോക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാധാരണക്കാർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ, ലളിതമായ രീതിയിൽ സാർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ ടോക്ക് നിർവഹിച്ചു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു ലെൻഡ്, ഈ പ്രത്യേക രീതിയിൽ ഈ ലെൻഡ് ഒരു ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമാക്കി തീർത്ത പരിസ്ഥിതി കമ്മീഷൻ പ്രത്യേകിച്ചതിനോടുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. നേതൃത്വം നൽകുന്ന VM മാത്യു അച്ഛനെ എന്നോടുള്ളതായ നമോഭാഗം അറിയിക്കുന്നു. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം, ഈ പ്ലാസ്റ്റിക് ഇതുപോലുള്ള കാര്യങ്ങളുടെ അമിത ഉപയോഗം ഒരു മനോഭാവത്തിന്റെ കൂടെ സൃഷ്ടിയാണെന്ന് ഞാൻ പറയും. കാരണം കൺവീനിയൻസ് വേഴ്സസ് കൺസർവേഷൻ, നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് കൺവീനിയൻസിനാണോ അതോ കൺസർവേഷനാണോ എന്നുള്ളതാണ് ഒരു അടിസ്ഥാന ചോദ്യം. കൺസർവേഷന് പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കാവുന്നതായ സംവിധാനങ്ങൾ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും കണ്ടെത്തും. യാതൊരു
സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മൾക്ക് സ്വല്പം ബുദ്ധിമുട്ടൊക്കെ തരും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഏത് ഒരളവിൽ നമ്മളുടെ തന്നെയും നമ്മളുടെ വരുന്ന തലമുറകളുടെയും ഭാവി നശിപ്പിക്കുന്നതിന് നശിപ്പിക്കുകയോ നശിപ്പിക്കാതിരിക്കുകയോ ഈ രണ്ടും നമ്മളുടെ കയ്യിലാണ്. വലിയമ്മച്ചി കയ്യിലെ കിളിയുടെ കാര്യം പറഞ്ഞ പോലെ അല്ല, ഈ വലിയമ്മച്ചി പറഞ്ഞല്ലോ കൊച്ചുമോന്റെ കയ്യിലെ കിളി, യു ഡിസൈഡ് ഇറ്റ്. ഈ കിളി ജീവനോടിരിക്കണമോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടണമോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. കയ്യിലിരിക്കുന്ന കിളിക്ക് ജീവനുണ്ട്, ആഞ്ഞൊന്ന് ഞെക്കിയാൽ അത് ജീവൻ നഷ്ടപ്പെടും. എന്നാൽ ഞെക്കാതിരുന്നാൽ അതിന്റെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും. പരിസ്ഥിതിയും ആ തലത്തിൽ അതിനെ കാണുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വലിയൊരു ബാധ്യതയാണ്. എന്നാൽ എൻ്റെ കേൾവിയുടെ പരിമിതിയാണോ എന്തോ സാറിന്റെ സംഭാഷണത്തിന്റെ മധ്യത്തിൽ സാർ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വാചകം, പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണവും ഉപയോഗവും ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളതായ ഒരു പ്രസ്താവന സാർ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കറിഞ്ഞുകൂടാ, ഇനി എൻ്റെ കേൾവിയിൽ വന്നതായ പരിമിതിയായിരുന്നോ അതോ അത് സാറ് ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണവും ഉപയോഗവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളതായ ഒരു പ്രസ്താവന അങ്ങനെ സാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കതിനോട് തികഞ്ഞ വിയോജിപ്പെടും. കാരണം ഈ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മറ്റു പലതിനെയും, ഈ ആറ്റം ബോംബ് പോലും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ഞാൻ നേരെ തിരിച്ചാണ് ഞാൻ കാണുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ജീവിതം കുറച്ചുകൂടെ കൺവീനിയന്റ് ആക്കാനുള്ളതായ നമ്മളുടെ ഒരു ത്വരയിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണമൊക്കെ ഉണ്ടായത്. ഇന്നും ഇപ്പം എൻ്റെ ഭവനത്തില് 100% ഞാൻ പ്ലാസ്റ്റിക് വർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസാക്ഷിയെ വഞ്ചിക്കുക. അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല. എന്നാൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ കട്ടിയൊക്കെ ഉള്ളതായ പാൻറ് ഉപയോഗശൂന്യമാകുന്ന സമയത്ത് എൻ്റെ സഹധർമ്മിണിക്ക് സ്വല്പം ഈ തയ്ച്ചെടുക്കാനുള്ളതായ കഴിവുള്ളത് കൊണ്ടുകൂടെയാണ് ഞങ്ങൾ അതിനെയൊക്കെ സഞ്ചികളായിട്ട് മാറ്റും. അപ്പൊ കടയിൽ എവിടെ പോയാലും സ്കൂട്ടറിന്റെ ഡിക്കിയിൽ ആ സഞ്ചി ഇട്ടേക്കും. സ്വാഭാവികമായിട്ടും അവര് പ്ലാസ്റ്റിക്കിൽ സാധനം തരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ പറയും, അതിന്റെ ആവശ്യമില്ല, ഈ സഞ്ചിയിലോട്ട് സാധനം ഇട്ട് വന്നേരം ഞങ്ങൾക്ക് അതായിരിക്കും സൗകര്യമെന്ന് പറഞ്ഞിട്ട് ആ സഞ്ചിയിൽ മേടിച്ചോണ്ട് പോകും. സഞ്ചി ഇടയ്ക്കിടയ്ക്ക് കഴുകിയെടുക്കുക എന്നുള്ളതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുത്താൽ, ഇതാ മുമ്പേ പറഞ്ഞതായ ആ ഒരു പ്രമാണന കൺവീനിയൻസ് വേഴ്സസ് കൺസർവേഷൻ, ഇത് ചിട്ടപ്പെടുത്തി എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതായ ഒരു ഇതാണല്ലോ, എന്തുവാ 3R എന്ന് പറയും. 3R: റെസ്ട്രെയിൻറ്റ്, റീയൂസ്, റീസൈക്കിൾ. ഉപയോഗത്തിൽ പരമാവധി നിയന്ത്രണം പാലിക്കുക, റീയൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പിന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലൊക്കെ ഉള്ളതായ ചെറിയ ചെറിയ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പ്ലാസ്റ്റിക് നമുക്ക് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയുടെ മേൽ ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ ജീവന്റെ മേൽ പോലും, നമ്മുടെ ജീവന്റെ അതിഥേയമായിട്ടുള്ള വിശേഷത്തിൽ ഇത് നമ്മുടെ ജീവന്റെ മേൽ തന്നെ മാരകമായ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ കുറച്ചൊക്കെ പരിഹാരം വരുത്താനായിട്ട് സാധിക്കും. ഇതുപോലുള്ളതായ സെമിനാറുകളും ചർച്ചകളും ഒക്കെ അതിന് കൂടുതൽ ഉത്തേജനം പകരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. സാറ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അതായത് ഈ കൺവീനിയൻസും കൺസർവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസണില് മനുഷ്യൻ ഇപ്പോൾ അറിയാതെ കൺവീനിയൻസിലോട്ട് അങ്ങ് നീങ്ങിപ്പോകുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, മുമ്പ് കാലത്ത് നമ്മള് പൊതിച്ചോറ് കെട്ടാൻ വാഴയില ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
വാട്ടി, നല്ല രുചിയുമായിരുന്നു. അതിനുശേഷം സാറേ വളരെ അപകടകരമായ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടായി. ഈ വാക്സ് തേച്ച പ്ലാസ്റ്റിക് പേപ്പറുകൾ വാങ്ങി ചൂട് ചോറ് പൊതിഞ്ഞു കൊണ്ടുപോയി കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കൺവീനിയൻസ്, അതായത് ഇല വെട്ടാൻ പോകണ്ട, വാട്ടണ്ട, ഇതിനകത്ത് ഈ ചോറ് നിറയ്ക്കുക. അത് സാർ പറഞ്ഞ പോലെ ഈ മനോഭാവമാണ്, ബോധവൽക്കരണമാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. ഒരു നിയമവും പറ്റില്ല. പിന്നെ എനിക്ക് ഒരു കെമിസ്ട്രിക്കാരൻ എന്നുള്ള നിലയില് ഈ പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പം, ഈ കെമിക്കൽസ് എന്ന് കേൾക്കുന്ന പോലെ, ഈ കെമിക്കൽസ് എന്ന് കേൾക്കുമ്പം നമുക്കെല്ലാം എന്തോ ഒരു ഭയപ്പാടാണ്. നമ്മൾ എല്ലാം കെമിക്കൽസാ. അതിന്റെ ഘടനയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങൊരു വെറുക്കപ്പെടേണ്ട ഒന്നല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഹൃദയത്തിനകത്ത് വെക്കാവുന്ന ഹാർട്ടിന്റെ വാൽവ് വരെ കണ്ടുപിടിച്ച് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അതൊരു ദൈവിക കൃപയായിട്ട് കണ്ടു കാണും. അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് അതിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അല്ലാതെ പ്ലാസ്റ്റിക്കിനെ നമ്മൾ അങ്ങനെ ഒരുപാട് വെറുക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. അല്ല, ഇത് ഇപ്പം ഹാർട്ട് വാൽവിന് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനോട് ആർക്കും വിയോജിക്കാനായിട്ട് സാധ്യമല്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ സാറേ, അടുത്ത ആള് ചോദിച്ചോട്ടെ. ഓക്കെ, നമ്മളെ ഹാൻഡ് റൈസ് ചെയ്ത് ആളുകളെ ഒന്ന് പറഞ്ഞോട്ടെ. ബിനു, മിസ്റ്റർ ബിനു. ബിനു പ്ലീസ്. ബിനു അൺമ്യൂട്ട് ചെയ്യണം. യെസ് സാറേ നമസ്കാരം, ബിനു ആണ്. നമസ്കാരം. ഓക്കെ സാർ, ഞാൻ സാറിന്റെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു. ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു. ജസ്റ്റ് ഓക്കെ. എന്തായാലും പ്ലാസ്റ്റിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ നമ്മുടെ വയസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതെ, അല്ല, നമ്മൾ ഈ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ പറഞ്ഞോണ്ട് കാര്യമില്ല. നമ്മളാൽ കഴിവത് പ്ലാസ്റ്റിക് നമുക്ക് കംപ്ലീറ്റ് നിർത്താൻ പറ്റത്തില്ല. ഇല്ല, എന്നാലും പകുതിയാക്കാം. ഇപ്പൊ തന്നെ ഞാൻ മീനും ഇറച്ചിയും വാങ്ങാൻ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതിനോരോ ബോട്ടിലുകൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ പകുതി പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിലെ കുറയും. നമ്മളിപ്പോ ചെയ്യുന്നത്, നമ്മുടെ മീൻ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കവർ വാങ്ങാറില്ല. നമ്മളൊരു പാത്രമായിട്ടാണ് വാങ്ങുന്നത്. അതൊരു സംസ്കാരമായിട്ട് മാറണം. പോവാണെങ്കിൽ അതിനായിട്ട് ഒരു ഡബ്ബ നമ്മൾ കറക്കുന്നുണ്ട്. അതിൽ വെച്ച് നമുക്ക് കവർ വേണ്ട എല്ലാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാം സാറിന് കവർ വേണ്ടല്ലോ എന്നവർ പറയുന്നത്. ഓക്കെ, അതാ സംസ്കാരം എന്ന് പറയുന്നത്. അതാ ഒരു ജീവിത ശൈലിയായിട്ട് മാറണം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബാഗ്, ഒരു 95 ഒരു ബാഗ്, ഇപ്പൊ നമുക്ക് നാണക്കേടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളത് കൊണ്ടുപോവാ, മേടിക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചാൽ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന മിസ്റ്റർ സാബു സി എബ്രഹാം. സാബു പ്ലീസ്. പ്രൊഫസർ പി ജി ഫിലിപ്പ് സാറിന്റെ ക്ലാസ് വളരെ ലളിതവും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമായിരുന്നു. വളരെ നന്നായിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ക്ലാസ് ശ്രവിക്കുവാനായിട്ട് ആദ്യോടന്തം സാധിച്ചു എന്നതും സന്തോഷകരമാണ്. പ്രത്യേകിച്ച് സാറ് ഈ പ്ലാസ്റ്റിക് യൂസിനെ നെഗേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നതിനുള്ള പ്രാക്ടിക്കൽ സജഷൻസ് ഇൻക്ലൂഡ് ചെയ്തു എന്നതും വളരെ സന്തോഷകരമാണ്. ഈ നോൺ വെജ് ഒക്കെ നമ്മൾ മേടിക്കുമ്പം നമുക്ക് പ്ലാസ്റ്റിക്കിൽ മേടിക്കേണ്ട ഒരു അവസരം ഉള്ളപ്പോൾ അത് നമുക്ക് ആ പ്ലാസ്റ്റിക്കുകൾ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചാൽ അത് റീസൈക്ലിങ്ങിന് കൊടുക്കാൻ പറ്റും. അത് ഞങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷനിൽ പോയപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ടീഷർട്ടുകളും ഷർട്ടുകളും നമ്മൾ ഉപയോഗിക്കുന്ന സ്പോർട്സ് ഷൂവും ഒക്കെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തായിട്ടാണ് പ്ലാസ്റ്റിക്കുകളുടെ, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിന്റെ യൂസ് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും എത്രമാത്രം അറിവുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ഈ ക്ലോത്ത് ബാഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പേപ്പർ ബാഗ് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ക്ലോത്ത് ബാഗുകളിലും പലതും
പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റുകൾ ഉള്ള ബാഗുകളാണ് എന്നുള്ളതാണ് ഞാൻ ഈ എക്സിബിഷനിൽ കണ്ട ഇതിന്റെ ബേസിൽ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഒന്ന്, ഈ ഡിറ്റർജന്റിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളതായിട്ട് പലയിടത്തും വായിച്ചു. അതിനെപ്പറ്റി സാറ് ഒന്നും പ്രതിപാദിച്ചതായിട്ട് കണ്ടില്ല. സാറിന്റെ ഇൻപുട്ട് എന്തെങ്കിലും അതിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. മറ്റൊന്നുള്ളത്, ഈ എയർ പൊല്യൂഷന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്ങിനേക്കാൾ പേപ്പർ മാനുഫാക്ചറിങ് 70% കൂടുതൽ ഹാംഫുൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതും എവിടെയോ ഞാൻ വായിച്ചതായി ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോത്തിനെയും അതുപോലെ തന്നെ ഈ പേപ്പർ ബാഗിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശരിക്കും പേപ്പർ ബാഗ് ആണോ അതോ ഈ പ്ലാസ്റ്റിക് റീയൂസോ റെഫ്യൂസോ, നമ്മൾ ഈ 4 hours ഒക്കെ പറയുന്ന തൊട്ട് റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ് ഓർ റീസൈക്കിൾ. അപ്പം ഇത് റീയൂസ് ചെയ്യുന്നതും അതിനെ റീസൈക്കിളിലേക്ക് ചാനലൈസ് ചെയ്യുന്നതിലും നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്തമാണോ അതോ കാഷ്വൽ ആയിട്ട് നമ്മൾ പേപ്പർ ബാഗുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണോ കൂടുതൽ ശരി എന്നുള്ളതും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരിക്കും. ഓക്കെ സാറേ, ഈ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പേപ്പർ ബാഗുകൾ ഒരു താൽക്കാലിക ഒരു ഏർപ്പാടെന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഒട്ടും പ്രൊമോട്ട് ചെയ്യാനൊക്കത്തില്ല. കാരണം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പർ ബാഗ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അത് കീറിക്കഴിയും. എന്നാൽ സാറ് പറഞ്ഞ പോലെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ടിന്റുള്ള ഈ ക്ലോത്തുകൾ വെച്ച് നമ്മൾ നല്ലൊരു ബാഗ് തയ്യാറാക്കിയാൽ അത് 100-150 തവണ നമുക്ക് ഉപയോഗിക്കാം. അതേസമയം പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ മീനൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്നത് ഒറ്റ തവണയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ നമ്മളെ സാർ പറഞ്ഞത് അതേ ആശയം തന്നെയാ പറയുന്നത്. നമ്മള് അതിനെ വെറുക്കണ്ട. ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ മുറ്റത്തെ പ്ലാസ്റ്റിക് പുല്ല് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം മഴ പെയ്ത് ഓടയിൽ കൂടെ ആറ്റിലെത്തി മീനിലും കടലിലെത്തി നമുക്ക് തിരിച്ചു വരുന്നു. ഇപ്പൊ വളരെ സൗകര്യമായിട്ട് ഇട്ടി സാറ് സൂചിപ്പിച്ച മറ്റൊരു കൺവീനിയൻസ് അത്. കാര്യം അത് അതിന്റെ മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണ്. അപ്പൊ ഈ തരത്തില് നമ്മൾ ഒരു ബോധവൽക്കരണം ആണ് ആവശ്യം. ഈ പേപ്പർ ബാഗ് ഒട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഈ ക്ലോത്ത് ബാഗ് തന്നെയാണ് നല്ലത്. നമുക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് സാറേ, ആ ഡിറ്റർജന്റിന്റെ കാര്യത്തിൽ അതിന് സാധ്യത കുറവാണ്. കാരണം വാട്ടർ സോലുബിൾ ആണല്ലോ ഡിറ്റർജന്റ്. വെള്ളത്തിൽ ഒരു തരത്തിലുള്ള തരിയും ഇതുവരെ അവശേഷിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ക്വാളിറ്റി ഡിറ്റർജൻസ് ഒന്നും. പിന്നെ സാറി പറഞ്ഞത് ഞാൻ പഠിക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. ഡിറ്റർജന്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്തിനാന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ക്ലെൻസിങ്ങുമായിട്ട് അതിന് യാതൊരു റോളും ഇല്ല. പിന്നെ അബറേഷൻസ്, അതായത് ഈ ഒരയാൻ, ഇപ്പൊ നമ്മൾ ഈ പല്ല് തേക്കുമ്പം അതിനകത്ത് സാൻഡ് പൗഡർ ഉണ്ട്. പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. സാൻഡ് പൗഡർ പക്ഷെ അത് ഈ ഒരഞ്ഞ് തിളക്കം വരാനാ എന്ന് പറയുന്ന പോലെ ഇനി ഏതെങ്കിലും തരത്തില് ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നോ എന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മിസ്സസ് ശോഭ കുരുവിള. പ്ലീസ് അൺമ്യൂട്ട്. എനിക്ക് അതിനോട് ഈ കേട്ടതിനോട് ഒന്നിനോടും എതിർപ്പോ ചോദ്യങ്ങളോ ഇല്ല. എനിക്ക് അതിനോട് 1-2 കാര്യങ്ങൾ ചേർത്ത് പറയാനുള്ളത് ഒന്ന് സൂചിപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇതിന്റെ എല്ലാ ഈ പ്ലാസ്റ്റിക്കിന്റെ യൂസ് മിനിമൈസ് ചെയ്യാനൊക്കെ. അതായത് ഞാനിവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മാസങ്ങളിലും കടയിൽ പോയി കട്ട് പീസ് എടുത്തോണ്ട് വന്നിട്ട് സഞ്ചികൾ തയ്ക്കും. എന്നിട്ട് ഇവിടെ എപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷികമായ ഔട്ട്പുട്ട് ഉണ്ട് ഒരുപാട്. അതെല്ലാം കൊടുക്കുന്നത് ഞാൻ തയ്ക്കുന്ന സഞ്ചികളിൽ കൂടെ. അപ്പൊ ഞാൻ അവരോട് പ്രത്യേകം പറയും, ഈ സഞ്ചി തിരിച്ചു കൊണ്ടിടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ബൈക്കിലിടാം, നിങ്ങളുടെ കാറയിലിടാം. നല്ല സ്റ്റാൻഡേർഡ് സഞ്ചികളാണ് കൊടുക്കുന്നത്. ലാസ്റ്റിംഗ് ടൈപ്പാ. മോർ ദാൻ എ ഇയർ
തീർച്ചയായിട്ടും ലാസ്റ്റ് ചെയ്യും. അവർ ഡെയിലി ഉപയോഗിച്ചാൽ പോലും അത്രയും നല്ല പ്ലാസ്റ്റിക് സഞ്ചികളാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് കണ്ട് ആരും അത് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടില്ല. പിന്നെ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസല് പല രീതിയിലാണ്. ഒന്ന് കരിയിലെല്ലാം കൂടെ പറമ്പ് മുഴുവൻ മഴക്കുഴി ഉണ്ടാക്കിയിരിക്കുക. അതിനകത്തോട്ട് കരിയിലെല്ലാം ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് യൂറിയയും കുറച്ച് വാരി ഇടുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള വളമാകും അത്. കിച്ചൺ വേസ്റ്റ് രണ്ടാക്കും. രണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ മീൻ ഇറച്ചിയുടെ വേസ്റ്റ് എല്ലാം കൂടെ വേറൊരു രീതി പ്രോസസ് ചെയ്യും. അത് ഇച്ചിരി വേറെ രീതിയിൽ ഒരു സാധനം അതിൻ്റെ കൂടെ ചേർക്കും. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു അത് ഫെർട്ടിലൈസർ ആക്കി മാറ്റാനുള്ള കഴിവുള്ള ഒരു സാധനം കൂടെ അതിനോട് ചേർത്ത് വെച്ചാൽ വിത്തിൻ 2 months അത് വളമാകും. അങ്ങനെ ഇവിടെ ഒരു വേസ്റ്റും ഇല്ല. ഞങ്ങളുടെ പറമ്പിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും ഇല്ല. എല്ലാ പ്ലാസ്റ്റിക് ബാഗും വാഷ് ചെയ്യും. ഈ പറഞ്ഞ പോലെ മീൻ്റെ ഇറച്ചിയുടെ ഒക്കെ മാത്രമേ ഉള്ളൂ ഹരിത കർമ്മസേനക്കാർക്ക് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കഴിവുള്ളത്രയും പ്രാവശ്യം റീയൂസ് ചെയ്യും. വാഷ് ചെയ്ത് ഞാൻ അസറ്റിക് ആസിഡ് മേടിച്ചിട്ട് വിനീഗർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞ് വിനീഗറിനകത്തും കഴുകി റീയൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എല്ലാ കാരണത്തിൽ പിന്നെ ഒറ്റ ഒരു സാധനം ഇവിടെ കത്തിക്കത്തില്ല. ഈ പറമ്പിൽ ഒരു സാധനം കരിയില അടക്കം ഒന്നും കത്തിക്കത്തില്ല. ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കത്തിക്കാതിരിക്കുന്നതിന്റെ കാരണം അവിടുത്തെ ആ മണ്ണിന്റെ മൈക്രോ ഓർഗാനിസം എല്ലാം ചത്തുപോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കത്തിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഫെർട്ടിലൈസർ ആക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ പൈസയ്ക്കും ചെലവില്ല വളത്തിന്. ഈ പറമ്പ് മുഴുവനും ഫ്രൂട്ട് ട്രീസും പച്ചക്കറിയും ഒക്കെ തന്നെയാ. എല്ലാത്തിനും തെങ്ങിനടങ്ങി സകല വളങ്ങളും ഉണ്ടാക്കുക. പിന്നെ വേറൊന്ന്, സാധാരണ ഒരുപാട് നോട്ട് പാഡ് ഉപയോഗിക്കുമായിരുന്നു കുറിപ്പെല്ലാം എഴുതാനായിട്ട്. ഇപ്പം ഞങ്ങളുടെ പ്രിന്ററിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ പേപ്പറിന്റെയും 1 sided പേപ്പർ കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് എന്റെ ബാക്ക് സൈഡാണ് ഇപ്പം നോട്ട് പാഡായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ പേപ്പറിന്റെ ഉപയോഗം വളരെ കുറച്ചിട്ടുണ്ട് വീടിനകത്ത്. പിന്നെ കഴിയുന്നുള്ളിടത്തോളം നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ടല്ലോ ചെറിയ നോട്ട്സ് എഴുതുന്ന ആ നോട്ട്സ് എഴുതുന്ന ആ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് വീട്ടില് വേണമെങ്കിൽ പല രീതിയിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ ഒക്കും. ഈ തയ്യൽ അറിയാവുന്ന സ്ത്രീകളൊക്കെ ധാരാളം പേരും മെഷീനും ഒക്കെ വീട്ടിലുണ്ട്. പക്ഷെ ആ ചെറിയ എക്സ്പെൻസ്, ആ തുണിയുടെ ഒരു ചെറിയ എക്സ്പെൻസ് നമുക്ക് ഒരു വലിയൊരു പ്രശ്നമാക്കി എടുക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ കേട്ടത് ഒരു പേപ്പർ ബാഗിന് എറണാകുളത്ത് 10 രൂപ വിലയാണ്. പക്ഷെ എന്റെ സഞ്ചിക്ക് 10 രൂപയിൽ കൂടുതൽ വില വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ തയ്ക്കുന്ന എല്ലാ സഞ്ചിക്കും 10 രൂപയിൽ കൂടുതൽ തുണി വില വരാൻ ഞാൻ സമ്മതിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഗുഡ് ക്വാളിറ്റി എടുക്കുകയും ചെയ്യും. ഇതുകൂടെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത് പലർക്കും ഇത് വീട്ടിൽ അപ്ലൈ ചെയ്യാൻ ഒക്കും. അതൊന്നും പറയാനായിട്ടാ ഞാൻ ശ്രമിച്ചത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. ഞാനും ഇവിടെ ഉപയോഗിക്കുന്ന സഞ്ചികളെല്ലാം തന്നെ എൻ്റെ കസിൻ ഒരു കട്ടൻ കടയുണ്ട്. ആ കട്ടൻ കടയില് അവർ ഈ വേസ്റ്റ് പ്രോഡക്ട്സ് ഇതുപോലെ സഞ്ചികളാക്കും. അപ്പൊ ഈ ടൈലറിങ് ഷോപ്പില് തീർച്ചയായിട്ടും അവർക്ക് നല്ല തുണി കിട്ടും. അവിടുന്ന് വേണമെങ്കിൽ തുണികളെ വാങ്ങിക്കൊണ്ട് വന്ന് വേണമെങ്കിലും നല്ല സഞ്ചികൾ അടിക്കാം. അതിപ്പോ 2 തുണി ചേർത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഈ നാടിന്റെ ഒരു സംസ്കാരമായി മാറണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മളാ കഴിവത്ത് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശോഭ മാഡം ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. താങ്ക് യു. Next is Mrs. Lata John. Please unmute and speak. ഫിലിപ്പ് സാറിന്റെ ക്ലാസ് വളരെ അതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു. പിന്നെ അതോടൊപ്പം ആദ്യം നമ്മുടെ ഒരാള് പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ സംശയം, അതായത് ഗുണമേന്മ അനുസരിച്ച് ഓരോ ബോട്ടിലിന്റെയും അടിയിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് സാർ ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത് ഈ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം വാസിയാണ്, സിറ്റി താമസിക്കുന്നു. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഹരിതകർമ്മസേനയാണ് ഞങ്ങളുടെയൊക്കെ വീടുകളില്, ഫ്ലാറ്റ് അല്ല, വീടുകളില് ജൈവമാലിന്യവും പ്ലാസ്റ്റിക്കും അവർ ആഴ്ചതോറും വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ ആറിന്റെയും തോടിന്റെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവര്
അങ്ങനെയുള്ള ചില കൂട്ടർ അല്ലെ ദൂരേന്ന് കൊണ്ട് ഈ ഇതോട്ടോട്ട് എറിയുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെയുള്ള എത്ര ബോധവൽക്കരണം നടത്തിയാലും അതിനെ പാലിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പൊ അതിനെ മെത്ത ഉൾപ്പെടെ അതെ അല്ലേ? അത് ഈ തോടുകളിലും ഈ ഓടയിലും ചെന്ന് ബ്ലോക്കായി വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തലവിളിയാ. അതിന് ഒരു പരിഹാരം ശാസ്ത്രീയ അടിസ്ഥാനത്തില് ഇവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയും നമ്മുടെ ഈ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അങ്ങനെ ചേരുന്നതിനെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അതിനെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം വരാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനൊരു ശിക്ഷാ നടപടികൾ ഇങ്ങനെ നിക്ഷേപിക്കുന്നുണ്ട്, ക്യാമറ അവിടെ എവിടെയൊക്കെ വെക്കുമെന്ന് പറയും. അത് എത്രത്തോളം ആണെന്ന് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു നമുക്ക് പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള സംവിധാനവും നിയമ സംഹിതയും വന്നെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരം വരത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് തുണിസഞ്ചി ഞാനും തയ്ക്കാറുണ്ട്. നമ്മുടെ പഴയ നൈറ്റുകൾ കേടാവുമ്പോഴോ പാൻസിന്റെ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിച്ച് തയ്ക്കാറുണ്ട്. കടകളിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കഴിവതും നമ്മളത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ എബി തോമസ്. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. താങ്ക് യു സാർ. സാറ് പറഞ്ഞതിനകത്ത് എനിക്ക് ജസ്റ്റ് വാണ്ടിട്ട് 1-2 പോയിന്റ്സ് എനിക്ക് എന്റെ തോന്നിയത് ഇൻട്രസ്റ്റിംഗ്. അതായത് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പറഞ്ഞത് നമ്മുടെ ഈ ഡിറ്റർജൻസിന്റെ ഒക്കെ പരസ്യങ്ങളിൽ തന്നെ വളരെ അവര് മൈക്രോ പ്ലാസ്റ്റിക്സിനെ അത് വെള്ളത്തിൽ കൂടി അതെങ്ങനെ പോകുന്നെന്നുള്ളത് ചില ആഡുകളിലൊക്കെ കാണിക്കാറുണ്ട്. ദാറ്റ്സ് എ പ്രൂവൺ തിങ്. മൈക്രോ പ്ലാസ്റ്റിക്സ് ഡിറ്റർജന്റിൽ ഉണ്ട് എന്നുള്ളതും അത് കടലിലും നദീജലത്തെയൊക്കെ മലിനമാക്കുന്നുണ്ടെന്നത് ഇറ്റ്സ് എ പ്രൂവൺ തിങ്. രണ്ടാമത് എനിക്ക് തോന്നിയത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം മെഡിസിൻ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ പലപ്പോഴും നമ്മുടെ സാധാരണ വേസ്റ്റിനകത്തോട്ട് നമ്മളിപ്പോൾ പാരസെറ്റമോൾ എക്സ്പയറി ആയത് നമ്മൾ വേസ്റ്റിനകത്തേക്ക് കളയത്തേയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വാഷ് ബേസിനിലേക്ക് എക്സ്പയറി അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ മരുന്ന് നമ്മൾ കളയത്തേയുള്ളൂ. അപ്പോൾ ഇത് ലോകത്തിൽ എമ്പാടും വളരെ അപകടകരമായ ഒരു പ്രവണത. അതായത് ഈ ജലത്തിൽ കൂടെ തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിലേക്ക് മെഡിസിന് ആന്റിബയോട്ടിക്കുകളൊക്കെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുന്നു. അതുപോലെ ഈ ഡയറി ഫാമുകളിലൊക്കെ പശുക്കൾക്കൊക്കെ പല ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ പഠിച്ചപ്പോൾ അടുത്തുള്ള മെഡിസിൻ ഫാക്ടറിയിലത്തെ വേസ്റ്റ് വെള്ളം ആ പശുക്കള് അല്ലെങ്കിൽ ആ പുരയിടത്തിൽ ഗ്രൗണ്ട് വാട്ടറിൽ വന്നിട്ട് അങ്ങനെ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിനോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെ മെഡിസിനുകളൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പൊ പലർക്കും ഇൻഷുറൻസ് ഉണ്ട്, വീടുകളിൽ ആവശ്യത്തിലധികം മരുന്ന് സൗജന്യമായിട്ട് കിട്ടും. ആ മരുന്നുകളൊക്കെ നമ്മൾ കൺസംഷനിലും അതിനെ എങ്ങനെ നമ്മൾ തിരിച്ച് എക്സ്പയറി ആയ മെഡിസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് വളരെ അപകടകരമായ ചില പ്രവണതകളുണ്ട്. അടുത്തത് എനിക്ക് തോന്നിയത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ സാറ് പ്ലാസ്റ്റിക് കുപ്പികളുടെ നിലവാരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പൊ പല വീടുകളിലും നമ്മൾ വളരെ വില കുറഞ്ഞ കുപ്പിയുള്ള തേന്, മഞ്ഞൾ പോലെയുള്ള മസാലപ്പൊടികള്, വെളിച്ചെണ്ണ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പലപ്പോഴും അത്തരം കുപ്പികളിൽ ഇപ്പൊ തേൻ ഒരു കുറച്ച് നാൾ ഒരു നിലവാരം കുറഞ്ഞ കുപ്പികളിൽ വെച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ പ്ലാസ്റ്റിക് കണ്ടന്റ് അതിൻ്റെ ഉള്ളിലേക്ക് കലരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു നമ്മൾ ഈ ബോധവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ ഞാൻ പോകുന്ന പള്ളിയിൽ ഏകദേശം 1000-ൽ പരം കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരും. അപ്പോൾ എല്ലാ ആഴ്ചയും വരുമ്പോൾ അവിടെ വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്, പ്ലാസ്റ്റിക് ഗ്ലാസ് ഉണ്ട്. അപ്പം ഏകദേശം ഒരു മാസം 10,000-ഓളം പ്ലാസ്റ്റിക് ഗ്ലാസ് ആ പള്ളിയിൽ മാത്രം ഉപയോഗിക്കുന്നത്. ഈ ഗ്ലാസ്സുകളെല്ലാം വേസ്റ്റ് ബോയിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ആലോചിച്ച ഒരു കാര്യം, കുഞ്ഞുങ്ങളോട് നിർബന്ധമായിട്ടും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വാട്ടർ ബോട്ടിലുണ്ട്. ആ വാട്ടർ ബോട്ടിൽ പള്ളിയിൽ വരുമ്പോൾ സൺഡേ സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് ഏകദേശം 5,000, 6,000 അല്ലെങ്കിൽ 7,000 പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ ഒരു മാസം മാത്രം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതിൻ്റെ വേറൊരു വശം, ഇപ്പോൾ 50 ദിവസം പല പള്ളികളിലും നമ്മൾ വൈകുന്നേരത്തെ സന്ധ്യാനമസ്കാരമുണ്ട്, നോയമ്പ് നമസ്കാരമുണ്ട്. അതിൽ പല പള്ളികളിലും കഞ്ഞി സെർവ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ മാത്രമാണ്. അപ്പം നമ്മൾ ആ കെയർ ഓഫിലും 50 ദിവസം നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കഞ്ഞിയും അതിനുള്ള സ്പൂണും സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നോയമ്പ് നമസ്കാരത്തിന്റെ പേരിലും നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നെന്നുള്ളത് വളരെ കൺസേൺ. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു കൺസേൺ, നമ്മൾ ആക്ഷൻ നമ്മൾ നെക്സ്റ്റ് ഇത് കഴിയുമ്പോഴത്തേന് 50 ദിവസത്തെ നമ്മുടെ ചിന്തകൾ കഴിയുമ്പോൾ ഒരു സഭയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള, അതായത് നിർദ്ദേശങ്ങൾക്ക് ഉപരിയായിട്ട് കുറച്ചും കൂടെ ഒരു ആക്ഷൻ ലെവലിലേക്കും കൂടെ നമുക്ക് പോകാൻ സാധിച്ചാൽ വളരെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി. താങ്ക് യു. എബി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തേന്റെ കാര്യം പറഞ്ഞു. ഈ തിരുവല്ല ബോധന ഈ മലങ്കര കത്തോലിക്കക്കാരുടെ ഒരു സൊസൈറ്റിയാണ്. അവർ തേൻ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിക്കുകയില്ല, കുപ്പികളിൽ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. അവർ പ്രത്യേകം പറയും. രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചൊരു വിഷയം,
ഒരു പക്ഷേ നമ്മൾ ഇപ്പൊ പറയുന്നത് ശരിയല്ലെങ്കിലും ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനേക്കാൾ അപകടകാരിയായ അടുത്ത ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് ആന്റി ബാക്ടീരിയൽ റെസിസ്റ്റൻസ്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക്, ഈ മരുന്നുകളോടുള്ള സമീപനം നമ്മൾ വളരെ ലാഘവത്തോടാണ് കാണുന്നത്. ഈ ലോകത്തില് റിയാക്ട്, REACT, റിയാക്ട് എന്ന് പറയുന്ന ഒരു ആഗോള സംഘടന ഈ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നമ്മൾ നേരിടാൻ പോകുന്ന അടുത്ത നൂറ്റാണ്ടല്ല, അടുത്ത ദശകത്തിൽ കേരള ജനത പ്രത്യേകിച്ച് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊക്കെ തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. എബി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു സമയമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുപോലെ തേന്, ശർക്കര മുതലായ സാധനങ്ങൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കരുത്. അപ്പം നമ്മൾ പൊതുവെ ഈ കലവും ഗ്ലാസും ഒക്കെയുള്ള കണ്ടെയ്നറുകൾ, ഭരണികൾ ഇപ്പൊ കിട്ടും, വാങ്ങി വേണം ഇതൊക്കെ സൂക്ഷിക്കാൻ. പടിപടിയായിട്ട് പ്ലാസ്റ്റിക്കിനെ പടിയിറക്കാനുള്ള നടപടികൾ നമ്മൾ ആരംഭിക്കണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ മാത്യു മത്തായി. Please unmute. Yes. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. എന്റെ ഒരു ചിന്താഗതി ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും എനിക്ക് ആ സംശയമാണ്. സാറ് പറഞ്ഞു ദൈവം സൃഷ്ടിച്ചതെല്ലാം മനോഹരമായിരുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യൻ സൃഷ്ടിച്ചതും എല്ലാം നല്ലത് മനോഹരമാണ് എന്ന്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് ഇതുവരെ അങ്ങനെയല്ല. ദൈവം സൃഷ്ടിച്ചത് എല്ലാം മനോഹരമായിരുന്നു, എന്നാൽ മനുഷ്യൻ സൃഷ്ടിച്ചത് പലപ്പോഴും പ്രകൃതിയെ വികലമാക്കുന്നതായിരുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കണ്ടിരുന്നത് പ്ലാസ്റ്റിക് ആണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സാറിന്റെ ക്ലാസ്. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി മനോഹരമാണ്. എന്നാൽ ഈ ഒരു ഡൗട്ട് എന്റെ മനസ്സിൽ സ്റ്റിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോളിമർ കെമിസ്ട്രിയുടെയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു വരവോടുകൂടി പ്രപഞ്ചത്തിലെ മാലിന്യത്തിന്റെ അളവ് വളരെ കൂടി മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമായി മാറി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛനാണ്, ഞാൻ നാഗ്പൂർ മാർത്തോമ ഇടവക വികാരിയാണ്. ഞാന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ എനിക്കൊന്ന് വരും ക്ലാസ്സുകളിൽ ചിലപ്പോൾ കാണുമായിരിക്കും ഇലക്ട്രോണിക്സ് വേസ്റ്റ്. നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒത്തിരി വളരെയധികം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് ആണ് ഇലക്ട്രോണിക് വേസ്റ്റ്. അത് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാർ അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ച് ഞാൻ കേട്ടില്ല. ഇടയ്ക്ക് എനിക്ക് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ഞാൻ കേൾക്കാൻ പറ്റാതെ പോയി. എന്നാൽ 99% സാറിന്റെ ക്ലാസ് ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ ഒരു കാര്യം ഒന്ന് സാറ് ക്ലിയർ ചെയ്താൽ നല്ലതായിരിക്കും. എല്ലാം വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം ഒന്നാ. നമ്മളെ അതിൽ നിന്ന് ഏത് സംഗതി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മളെ ഈ നല്ല ഹെവി ഡ്യൂട്ടി മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് വളരെ ഉപയോഗമുള്ള പല മെക്കാനിക്കൽ പാർട്സും ഉണ്ടാക്കാം. അത് വെച്ചൊരു AK-47 തോക്കും ഉണ്ടാക്കാം. അപ്പൊ തോക്കുണ്ടാക്കി വെടിവെച്ച് മനുഷ്യനെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ മെറ്റീരിയലിന് കുഴപ്പമില്ല. അപ്പൊ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഗതി, ഈ പോളിമർ സയൻസ് അത് ഒരുപാട് ഡെവലപ്ഡ് ആയ ഒരു സംഗതിയാണ്. അത് നിർത്തേണ്ടടുത്ത് നിർത്തി, അത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ജുഡീഷ്യസ് ആയിട്ട് അത് ഉപയോഗിച്ചാൽ മതി. കാരണം അത് മുഴുവൻ റീപ്ലേസ് ചെയ്യാൻ പോയാൽ ഏത് മെറ്റീരിയൽ വെച്ച് റീപ്ലേസ് ചെയ്യും? ഇപ്പം അതും ഒരു വലിയ ഭീഷണിയാവും. അപ്പൊ എല്ലാത്തിനും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു താളമുണ്ട്, പ്രകൃതിക്ക് ഒരു ക്രമമുണ്ട്. നമ്മൾ അതിനോട് ചേർന്ന് അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. പ്രകൃതിക്ക് തന്നെ ഈ കുറെ വേസ്റ്റ് അസിമിലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴേ ഈ മര്യാദയ്ക്ക് കഴിച്ചാൽ നമ്മുടെ വയറ് അത് മാനേജ് ചെയ്യും. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി വെറുതെ കിട്ടുന്നതാണല്ലോ എന്നും പറഞ്ഞ് വാരി വലിച്ച് കഴിക്കുമ്പോഴാണ് ദഹനക്കേട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ പ്രകൃതിക്ക് അത് അസിമിലേറ്റ് ചെയ്ത് അത് എല്ലാ വേസ്റ്റും അത് കുറെയൊക്കെ കൈകാര്യം ചെയ്യും. നമ്മൾ അതിന്റെ അപ്പുറത്തോട്ട് നീങ്ങുമ്പോഴാണ് പ്രകൃതി റിയാക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്.
നമ്മള് നമുക്കത് ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ അതിനെ ഒരു പേരിട്ട് വിളിക്കും പ്രകൃതി ദുരന്തം. അങ്ങനെ ഒരു സാധനം ഇല്ല. പ്രകൃതി അതിന്റെ നിലനിൽപ്പിനായി നടത്തുന്ന ചില ക്രമീകരണമാണ്. ഉരുൾപൊട്ടല്, അതുപോലെ തന്നെ പിന്നെ മറ്റൊക്കെ എല്ലാ ഇപ്പൊ നമുക്ക് സമയമില്ല, എല്ലാം തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ അതിനെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വിളിച്ച് ഒരു വേറൊരു തരത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞ ഒരാശയം ശരിയാ, പക്ഷെ ഇലക്ട്രോണിക് വേസ്റ്റ് അച്ഛാ അതൊരു വിഷയമാണ്. പ്രത്യേകിച്ച് അച്ഛൻ അറിയാമല്ലോ, ലോകത്തിലെ പല വികസിത രാജ്യത്തിൽ നിന്നും വേസ്റ്റ് കൊണ്ടുവന്ന കപ്പൽ വരെ കൊണ്ടുവന്ന് നമ്മുടെ ബോംബെയിലും ബറോഡയിലും ഒക്കെയാണ് ഡീകമ്മീഷൻ ചെയ്ത് ഈ വേസ്റ്റ് ഒക്കെ അതിനകത്തുനിന്ന് സ്വർണം അരിച്ചെടുക്കുകയോ നല്ല മെറ്റൽ പാർട്സ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് പുറകിലെ ആ കാര്യത്തിൽ എന്നറിയാമോ? ബോധവൽക്കരണം ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ ജോർജ് മാത്യു. പ്ലീസ് അൺമ്യൂട്ട് സർ. യെസ്. ഓക്കെ, ഞാന് പറയാൻ വന്നത് സാറ് പറഞ്ഞത് എല്ലാം വളരെ എഗ്രി ചെയ്യുന്നു. ഒരു സംഗതി മാത്രം എനിക്ക് കൺസേൺ ഉള്ളത്, സാർ പറഞ്ഞല്ലോ നമ്മൾ വെള്ളം കോരുന്ന കയറ് നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും ഒരുപാട് മൈക്രോ പ്ലാസ്റ്റിക്. അപ്പോൾ ഞാന് ഈ അടുത്തയിടെ, അതായത് ഒരു 6 മാസം മുമ്പ് ഒരു കയർ ഉപയോഗിച്ചു. അതായത് നല്ല ക്വാളിറ്റി കയർ, ഞാൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു കയറാണ് ഉപയോഗിച്ചത്. അതേ സമയത്ത് ഒരു പ്ലാസ്റ്റിക് കയർ ഞാൻ ഉപയോഗിച്ചു. ഞാൻ 1 വർഷമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ കയറുണ്ടല്ലോ, ഈ നമ്മുടെ ചകിരി കൊണ്ടുള്ള കയർ ഉപയോഗിച്ചത് അത് 6 മാസം പോലും നിന്നില്ല. ഒടുവിൽ എൻ്റെ ആ കയറും എല്ലാം കൂടെ പൊട്ടി, എൻ്റെ ഒരു തൊട്ടിയും പോയി, അത് വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ചില പ്രൊഡക്ട്സ് ഇസ് ബെറ്റർ ദാൻ അതർ പ്രൊഡക്ട്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അനുഭവത്തിൽ. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് തുടങ്ങുന്നത് അതിന്റെ ഒരു പകുതി കഴിയുമ്പോഴാണ്. ഈ നമ്മുടെ നാടൻ പ്ലാസ്റ്റിക് കയറുകള് ഈ പൊടിയാകുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. അപ്പൊ അവസാനം വരെ വെയിറ്റ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ എന്തായാലും അത് അഡ്വൈസബിൾ അല്ല. ഈ മറ്റേത് ബയോഡീഗ്രേഡബിളാ. ഈ കയറിന്റെ അംശം നാച്ചുറൽ ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് പോകുന്നതാ, മറ്റേത് പോവില്ല, നമുക്ക് കാണത്തില്ല. ആ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ വയറ്റിൽ ചെല്ലും, അത് അപകടമാണ്. ഓക്കെ, നിശ്ചയമായിട്ടും അവിടെ തന്നെ സാർ, ജസ്റ്റ് ഒരു കൺസേൺ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. 10 മണിയായി. ഓക്കെ, 10 മണിയായി. അച്ഛൻ വി എം മാത്യു അച്ഛൻ ഉണ്ടോ? പ്ലീസ്. അച്ഛൻ എവിടെ? ജനുവയിലാണോ? അച്ഛൻ ജനുവയിൽ നിന്നാണ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അത് നമുക്ക് സഭയ്ക്ക് ഒരു അഭിമാനമാണ്. അത് ഒരു വേൾഡ് കോൺഫറൻസിലാണ് അച്ഛൻ പങ്കെടുക്കുന്നത്. വി എം മാത്യു അച്ഛൻ, അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം, പ്ലീസ്. താങ്ക് യു ബഹുമാനപ്പെട്ട ആൻസൺ അച്ഛൻ. താങ്ക് യു ഫിലിപ്പ് സാർ. നമ്മുടെ മീറ്റിങ്ങിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ചേർന്ന് വരാൻ ഇടയാക്കി. നമ്മൾ കാർബൺ ടെന്റിന്റെ വീക്ക് 5 അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് 2 ആഴ്ച കൂടെയാണുള്ളത്. ഈ 2 ആഴ്ചകളിൽ പുതിയ 2 തീമിനെ കുറിച്ച് ഇതുപോലെ നമ്മൾ ഒന്നിച്ചു വന്ന് പഠനത്തിന് ഇടയാകും. പ്രിയ സാറ് സൂചിപ്പിച്ചതുപോലെ WCCയുടെ ക്ലൈമറ്റ് ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കമ്മീഷൻ മീറ്റിംഗ്സ് നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുത്തു. നാളെ ഇവിടുന്ന് തിരിച്ച് യാത്ര ചെയ്യും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവവും പുതിയ പല കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനുള്ള ഒരു അവസരം കൂടെയായിരുന്നു. നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ലൈമറ്റ് എമർജൻസി എന്നുള്ളത് നമ്മുടെ പടിവാതിക്കലാണ്. നമുക്കിനിയും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല.
എന്നാൽ എത്രത്തോളം അതിനെ മുമ്പോട്ട് നീട്ടാം, എത്രത്തോളം അതിനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനമാണ്. അത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയോടുള്ള നമ്മുടെ സമർപ്പണവുമാണ്. അത്തരത്തിൽ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായി നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് മോഡറേറ്റ് ചെയ്ത ആൻസൺ അച്ഛനോടും ഇന്ന് മനോഹരമായി ക്ലാസ് നയിച്ച ബഹുമാനപ്പെട്ട PG ഫിലിപ്പ് സാറിനോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. പങ്കെടുത്ത എല്ലാവരോടും ഒരു വാക്കോടെ, അതായത് ബാംഗ്ലൂർ ഡേ 0 പോയിക്കൊണ്ടിരിക്കുക. ബാംഗ്ലൂർ ടൗൺ. അപ്പോ വളരെ എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർക്കുകയും അത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്നിടത്തോളം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് എവരി വൺ. ആൻസൺ അച്ഛനെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു അച്ഛ. അത് അച്ഛനെ യാത്രാമംഗളങ്ങൾ നേരുന്നു മടക്കയാത്രയ്ക്ക്. പിന്നെ നമ്മള് PG ഫിലിപ്പ് സാറിന്റെ പ്രഭാഷണം വളരെ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ പരിസ്ഥിതി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു വളരെ ഒരു ടോട്ടൽ നെഗേഷൻ എന്നുള്ള ഒരു സ്റ്റാൻഡ് പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ സാർ അതിനെ പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ജുഡീഷ്യൽ യൂസ് എന്നുള്ള ഒരു സമീപനമാണ് അതിനോട് പുലർത്തിയതെന്നുള്ളത് കുറച്ചുകൂടെ പ്രായോഗികമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. സാറ് മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ സമഗ്രമായി പ്രതിപാദിച്ച് നമ്മുടെ വീട്ടുമുറ്റത്തും വീട്ടിനുള്ളിലും നമ്മുടെ യാത്രയിലും ഒക്കെ ഉപയോഗിക്കേണ്ടതായ ഒരു പ്ലാസ്റ്റിക് ജാഗ്രത അത് നമുക്കേറെ സഹായകരമാകും. ഞാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ജീവിച്ച ഒരാളാണ്. അവിടെ ഇന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒരു സംസ്കാരമായി രൂപപ്പെട്ട ഒരു ദേശമാണ് തമിഴ്നാട്. പൊതുവെ ഒന്ന് ഈ തുണിസഞ്ചികളുടെ ഉപയോഗം, അത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾ വരെ മാർക്കറ്റിൽ പോയാലും സ്കൂളിൽ പോയാലും എവിടെ പോയാലും പള്ളിയിൽ പോയാലും അവിടുത്തെ ആളുകൾ അതാണ് ഉപയോഗിക്കുന്നത്. 2 ഈ സ്റ്റീൽ പാത്രങ്ങൾ, അതും അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മളവരെ സംസ്കാരം ഇച്ചിരി കുറഞ്ഞവരെന്ന് കാണുമ്പോൾ അവർ ഈ പരിസ്ഥിതി കാഴ്ചപ്പാടിൽ എത്രയോ മുന്നേ സഞ്ചരിച്ചു എന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടെ ആയിട്ട് സാറിന്റെ ഈ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൊണ്ട് ഇത് അല്പം മോശമായ പഴയ കാര്യമായിട്ട് തോന്നിയാലും ഇതാണ് രക്ഷ എന്ന് സാറിന്റെ പ്രഭാഷണം നമ്മെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അതിന് നമ്മളുടെ പല ഈ ആളുകളും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. സാറിന്റെ തുടർന്നുള്ള ഈ പാരിസ്ഥിതിക യാത്ര ഏറെ ആളുകൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ ഇക്കോളജിക്കൽ കമ്മീഷൻ നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ഒരുക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഒരു ഈ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു ലെൻഡ് സീസൺ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് കൺക്ലൂഡിങ് പ്രെയർ ആൻഡ് ബെനഡിക്ഷൻ ബഹുമാനപ്പെട്ട MP ശമൂൽ അച്ഛൻ നിർവഹിക്കുന്നതാണ്. അച്ഛൻ സെമിനാരിയിൽ റിസർച്ച് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ ഈ കാലഘട്ടം ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് അനുസൃതമായി ദൈവരാജ്യ ദർശനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് മാർത്തോമാ എക്കോളജിക്കൽ കമ്മീഷന്റെ ചുമതലയിൽ ഈ ആഴ്ചകളിലൊക്കെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാനും വിവിധ പ്രഭാഷണങ്ങൾ ക്ലാസുകൾ ഒരുമിച്ച് ശ്രദ്ധിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദർശനം
ദിശാബോധവും പകർന്നു തരുന്ന അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കാർബൺ ലെൻഡിന്റെ 5ാമത്തെ ഈ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നീ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി ജീവിക്കുന്ന ഈ കാലഘട്ടം ഞങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതൊക്കെ തന്നെ ഞങ്ങളുടെ സൗകര്യം മാത്രം മുൻനിർത്തി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അത് ഞങ്ങൾ ഭൂമിയോടുള്ള ഞങ്ങളുടെ ചുറ്റുപാടുകളോടുള്ള സമർപ്പണത്തെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് തീരുന്ന കുറവുകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്ലാസ്റ്റിക്കിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉപയോഗത്തിലൂടെ കർത്താവെ, ഞങ്ങൾ ഈ ചുറ്റുപാടുകൾക്ക് വരുത്തുന്ന ഞങ്ങളുടെ ജീവിത ഇടങ്ങൾക്ക് വരുത്തുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണക്കാരാകുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പുതുതായിട്ട് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവരാജ്യ ദർശനത്തിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കുന്നു. ഇന്ന് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ PG ഫിലിപ്സ് സാറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിഗ്രഹീതമായ ദർശനങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം എന്റെ മകനെ നീ ശക്തീകരിച്ചത് ഓർത്ത് സ്തോത്രം. കൊടുത്തിരിക്കുന്ന ജീവിത ദർശനത്തിനും കാഴ്ചപ്പാടുകൾക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കുചേർന്ന എല്ലാവർക്കായിട്ടും മോഡറേറ്റ് ചെയ്ത് സഹായിച്ച അനുസരണത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന ഇക്കോളജിക്കൽ കമ്മീഷനെ പ്രത്യേകാലയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന വി മാത്യുച്ചനായിട്ട് സ്തോത്രം. കർത്താവേ, ഓരോ കാലഘട്ടത്തിലും സംഗതമായ ദർശനം പകർന്നു കൊടുക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു ദർശനത്തിൽ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും ഇത്തരം കൂടിവരവുകളിലൂടെ സഹായിക്കുന്നു. അടുത്തയാഴ്ച ഞങ്ങൾ കൂടിവരും വരെയും നിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. ഈ ആഴ്ചയിലെ ഞങ്ങളുടെ ജീവിത ഈ ദർശനങ്ങൾക്ക് അനുസൃതമായിട്ടും തുടർന്ന് ഓരോ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിന് മാതൃകയായിട്ട് തീരുവാൻ ഇടയാക്കുന്നു. യേശുവിന്റെ നിന്യനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാഴ്വുകളും നാം ഏവരോടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളോടും, പ്രത്യേകിച്ച് നാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന കാർബൺ ലെൻഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.